ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗുരുവായൂരപ്പ, അക്കിത്തം എന്ന മഹാകവിക്ക് ശ്രീമദ് ഭാഗവതത്തിനോട് അനവധി ബന്ധമുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്തായാലും അദ്ദേഹത്തിനെ പറ്റി ഒരു ചെറിയ ശ്ലോകം ഒരു വേദജ്ഞനായ ഉറവങ്കര ദാമോദരൻ നമ്പൂരി അയച്ചു തന്നത് എന്തായാലും ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് അനുസ്മരിക്കാം. അക്കിത്തമച്യുത മഹാകവിരദ്യഹൃദ്യം സ്വർഗായ ധാമ സമഗാൽ സമഗീത കീർത്തി യോ ജ്ഞാനപീഠമഹിതോ നവകേരള ശ്രീ വ്യാസോ വിഹായ വദനോ വസുധാസുധാശ. അക്കിത്തമച്യുത മഹാകവിരദ്യഹൃദ്യം സ്വർഗായ ധാമ സമഗാൽ സമഗീത കീർത്തി യോ ജ്ഞാനപീഠമഹിതോ നവകേരള ശ്രീ വ്യാസോ വിഹായ വദനോ വസുധാസുധാശ. ഹരേ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവതം രണ്ടാമത്തെ അധ്യായത്തിലെ ഭീഷ്മാചാര്യൻ, സാധാരണ എല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിച്ച് മോക്ഷം നേടുന്ന കഥകൾ നമുക്ക് ധാരാളം കേൾക്കാം. പക്ഷേ ഭഗവാനോട് ചോദിക്കാതെ കണ്ട സ്വയം മോക്ഷത്തിലേക്ക് അങ്ങോട്ട് എത്തുന്നതായ ഒരു ജീവാത്മാവ്, അത് വളരെ 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 അപൂർവമായിരിക്കും. അങ്ങനെ എത്തിയിട്ടുള്ള ഒരു മഹാത്മാവിൻ്റെ കഥയാണ് ഭീഷ്മാചാര്യരുടെ ഭീഷ്മസ്തുതി ഉള്ള അധ്യായം. അത് വായിച്ചു. അടുത്ത അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഹരേ ഗുരുവായൂരപ്പ. ശൗനക ഉവാച ഹത്വാ സ്വരിഗ്ധസ്ഫുരദാദായിനോ യുധിഷ്ഠിരോ ധർമ്മഭൃതാം വരിഷ്ഠാം സഹാനുജേ പ്രത്യവരുദ്ധഭോജന കഥം പ്രവർത്തക്കിമകാരഷേത്തദാ. സൂത ഉവാച വംശം ഗുരോർവംശദവാഗ്നിർഹൃതം സംരോഹയിത്വാ ഭവഭാവനോ ഹരി നിവേശയിത്വാ നിജരാജ്യ ഈശ്വരോ യുധിഷ്ഠിരം പ്രീതമനാ ബഭൂവഃ. നിശമ്യ ഭീഷ്മോക്രമധാച്യുതോക്രം പ്രവൃത്തവിജ്ഞാനവിധൂതവിഭ്രമ ശശാസകാമിന്ദ്ര ഇവാജിതാശ്രയ പരിധ്യുവാന്താമനുജാനുവർത്തിത. കാമം വവർഷവർജന്യ സർവകാമദുഃഖാമഹീ ശിശുജുസ്മവ്രജാംഗാവ പയസോധസ്സുധീർമുദാ നദ്യ സമുദ്രാഗിരയ സവനസ്പതിവിരുധ ഫലന്ത്യോഷധയ സർവാ കാമമന്യുർദുതസ്യ വൈ നാഥയോ വ്യാധയ ക്ലേശാദിവ ഭൂതാത്മഹേതവാ അജാതശത്രാവ ഭവൻ ജന്തൂനാം രാജ്ഞികർഹിജിൽ ഉഷിത്വാഹാസ്തിനപുരേ മാസാൻ കരിവയാൻ ഹരി സുഹൃതാം ച വിശോകായ സുസുശ്ച പ്രിയകാമ്യയാ ആമന്ത്രജാഭ്യനുജ്ഞാത പരിഷ്വജ്യാഭിവാദ്യതം ആരുരോഹരഥം കൈശ്ചൽ പരിഷ്വക്തോഭിവാദിത സുഭദ്രാ ദ്രൗപദീ കുന്തി വിരാടതനയാ തഥാ ഗാന്ധാരീ ധൃതരാഷ്ട്രശ്ചായുൽസുർഗൗതമോ മൃഗോദരശ്ച ധൗമ്യശ്ചാസ്ത്രിയോ മത്സ്യസുതാദയാ നേഹിരേ വിമുഖ്യം തോ വിരഹം ശാന്യധന്വന സത്സംഗാൻ മുക്ത ദുസ്സംഗോ ഹാതും നോത്സഹരേ ബുധ
കീർത്യമാനം യശോ യസ്യ സകൃദാകർണ്യരോചനം. ഗുരുവായൂരപ്പ തസ്മിന്യസ്തധിയ പാർത്ഥ സഹേരൻ വിരഹം കഥം ദർശനസ്പർശ സംലാപശയനാസന ഭോജനേ സർവേ നിമിഷൈരക്ഷേസ്തമനുദ്രുതചേതസ വീക്ഷന്ത സ്നേഹ സംബന്ധ വിജേലുസ്തത്ര നിരുദ്ധന്നുദ്ഗലാത് ബാഷ്പമുത്കണ്ഠ്യാദേവകീസുതേ നിർയാത്യകാരാന്നോ ഭദ്രമിതി സ്യാത് ബാന്ധവസ്യ മൃദംഗശംഖവേര്യശ്ച വീണാപണവഗോമുഖാ ദുന്ദുര്യാനകഖണ്ഡാദ്യാ നേതുർദുന്ദുഭയസ്തദാ പ്രാസാദശിഖരാരൂഢാ കുരുനാര്യോതിരക്ഷയാ വവൃഷുകുസുമേ കൃഷ്ണം പ്രേമം വ്രീഡാസ്മിരക്ഷണ സിതാദപത്രം ജഗ്രാഹ മുക്താദാമവിഭൂഷിതം രത്നദണ്ഡം ഗുഡാകേശ പ്രിയ പ്രിയതമസ്യ ഉദ്ധവസാത്വികശ്ചൈവാ വിജനേ പരമാത്മനെ വിജേര്യമാണ കുസുമൈരേജേ മധുപതി പധി അശ്രൂയന്താശ്രസ്തത്യാസ്തത്രേരിതാനുരൂപാനുരൂപാശ്ച നിർഗുണസ്യ ഗുണാത്മന അന്യോന്യമാസേൽ സഞ്ചൽപ ഉത്തമ ശ്ലോകചേതസാം കൗരവേന്ദ്രപുരസ്ത്രീണാം സർവശ്രുതി മനോഹര. ഗുരുവായൂരപ്പ സവൈക്കിരായം പുരുഷ പുരാതനോ യ ഏകാസേത വിശേഷാത്മനി അഗ്രേ ഗുണേഭ്യോ ജഗദാത്മനീശ്വരേ നിമീലിതാത്മന്നിശി സുപ്തശക്തിഷു സ ഏവ ഭൂയോ നിജവിദ്യചോദിതാം സ്വജീവമായാം പ്രകൃതിം ശിശിക്ഷതി അനാമരൂപാത്മനിരൂപനാമനി വിദിൽ സമാനോനുസസാര ശാസ്ത്രകൽ സവാ അയം യത്പദമത്ര സൂരയോ ജിതേന്ദ്രിയാ നിർത്തിതമാതരീശ്വര പശ്യന്തി ഭക്തിൽക്കരിതാമലാത്മനാനന്വേഷ സത്വം പരിമാഷ്ടുമർഹതി സവാ അയം സഖ്യനുവേദസൽക്കഥോ വേദേഷു ഗുഹ്യേഷു ച ഗുഹ്യവാരിഭിः യ ഏക ഈശോ ജഗദാത്മലീലയാ സൃജത്യപത്യക്തിന തത്ര സജ്ജതേ. ഗുരുവായൂരപ്പ ഈ 4 ശ്ലോകങ്ങള് ഒരു വീതിയിൽ വേങ്ങേരി വളരെ വളരെ ഗഹനമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ട 4 ശ്ലോകങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. യഥാഹ്യധർമ്മേണ തമോധിയോ നൃപ ജീവന്തി തത്രേഷ ഹി സത്വത കില ധത്തേ ഭഗം സത്യമൃതം ദയാം യശോ ഭവായ രൂപാണി ദധത് യുഗേ യുഗേ അഹോ അലം സാഖ്യതമം യദോകുലം അഹോ അലം പുണ്യതമം തമധോർവനം യദേശ പുംസാം ഋഷഭസ്യപരി സ്വജന്മനാ ചംക്രമണേന ചാഞ്ജലി അഹോ പദസ്വര്യശസ്തിരസ്കരീ കുശസ്ഥലീ പുണ്യേശസ്കരീ ഭുവ പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതിം സ്മയത് പ്രജാ നൂനം പ്രദസ്നാനഹുതാദിനേശ്വര സമർച്ചിതോ ഹ്യസ്യ ഗൃഹീതപാണിഭിः വിബന്ധിയാ സഖ്യതനാമൃതം മുഹുർവ്രജസ്ത്രിയ സംമുഹുര്യദാശയാ യാ വീര്യശുൽക്കേന ഹൃദാ സ്വയംവരെ പ്രമധ്യജയ്യ പ്രമുഖാൻ ഹി ശുഷ്മിണ പ്രദ്യുമ്ന സാംബംബസുധാദയോ വരാ യാശ്ചാഹൃദാ ഭൗമവധേ സഹസ്രശ ഏതാ പരം ശ്രീത്വവാസ്തവേശലം നിരസ്തശൗചം വദ സാധു കുർവതേ യാസാം ഗൃഹ പുഷ്കരലോചന പരിർന്ന ജാത്വവൈത്യാ ഹൃദി സ്പൃശൻ ഏവം വിധാകരന്തീനാം സകിരപുരയോഷിതാം നിരീക്ഷണേനാഭിനന്ദൻ സസ്മിതേനയൗഹൈ അജാതശത്രുപ്രദനാം ഗോപീദ്ധായ മധുദൃഷാം പരേഭ്യഃ ശങ്കിതസ്നേഹാപ്രായും ചതുരംഗിണീം അധ ദൂരാഗതാൻ ശൗരികൗരവാൻ വിരഹാതുരാൻ സന്നിവർത്തിയ ദൃഢം സ്നിഗ്ധാൻ പ്രിയാൽസു നഗരീം പ്രിയൈ. ഗുരുജാങ്കലപാഞ്ചാലാൻ ശൂരസേനാൻ സയാമുനാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം ഗസ്യാൻ സാരസ്വതാനധ മരുധന്വമതിക്രമ്യ സൗവീരാഭീരയോപരാൻ അനർത്താൻ ഭാർഗവോ ഭാഗാൻ സ്വാന്തവാഹോ മനാക് വിഭോ തത്ര തേരഹരിപ്രത്യുദ്യതാർഹണ സായം ഭേജേ ദിശം പശ്ചാദ്വിഷ്ടോഗാം ഗതസ്തദാ. ശ്രീകൃഷ്ണായ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷിയോപാഖ്യാനേ ശ്രീകൃഷ്ണദ്വാരകാഗമനം നാമ ദശമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി. ഗുരുവായൂരപ്പ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ബാദരായണ
അധ്യതാൻമഹദാഖ്യാനം നിത്യം വിഷ്ണുജനപ്രിയ. ശ്രീഹരിയുടെ മഹാത്മ്യത്തെ ഉൾക്കൊണ്ട വേദവ്യാസ മഹർഷി, ബാദരായണനായ വേദവ്യാസ മഹർഷി, അതും ശ്രീശുഖ ബ്രഹ്മർഷി അത് ശരിക്കും മനസ്സിലാക്കിയിട്ട ആളാണെന്ന ഹരിയുടെ മഹാത്മ്യത്തെ അത് ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ടും ആ ഭഗവാന്റെ വളരെ മഹിമയെ കീർത്തിച്ചുകൊണ്ടും ഉള്ള ശ്രീശുഖ ബ്രഹ്മർഷി ഉത്തരം പറഞ്ഞത് ഇവിടെ സൂതൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. പരീക്ഷിതോധരാജർഷേ ജന്മകർമ്മ വിരായനം സംസ്ഥാഞ്ച പാണ്ഡുപുത്രാണം വക്ഷ്യേ കൃഷ്ണകഥോദയം. പരീക്ഷത്തിന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബന്ധുവാണ് ഭസ്മം പരീക്ഷിച്ചു മഹാരാജാവ്. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയും അതിന് പരീക്ഷത്തിന്റെ ജന്മവും അതിന് അദ്ദേഹം ശാപം വഴി ശ്രീമദ് ഭാഗവതം കേൾക്കാനുണ്ടായ കാരണത്തെയും അദ്ദേഹത്തിന്റെ മോക്ഷത്തെയും അദ്ദേഹത്തിന്റെ പൂർവ്വന്മാരായ പാണ്ഡവന്മാരുടെ സംസ്ഥാന പാണ്ഡുവിന്റെ പുത്രന്മാരായ പാണ്ഡവന്മാരുടെ കഥയും കൂട്ടത്തിൽ പറഞ്ഞാലേ ഇദ്ദേഹത്തിന്റെ കഥയാവുള്ളൂ. പരീക്ഷത്തിന്റെ കഥ പറയണമെങ്കിൽ മുത്തച്ഛന്മാരായ പാണ്ഡവന്മാരുടെ കഥ, അതും ഭഗവാന്റെ കഥ. പരീക്ഷിത്ത് ഭഗവാന്റെ കയ്യിൽ നിന്നാണ് കണ്ണ് മരിച്ചു തന്നെ. അങ്ങനെ പരീക്ഷത്തിന്റെ കഥ പറയണമെങ്കിൽ ഇവിടെ ചോദ്യം, പരീക്ഷിത്ത് എന്തിനാണ് ശ്രീമദ് ഭാഗവതം കേട്ടതെന്നാണ്. തീർത്ഥം യജ്ഞ സ്കന്ധം മുഴുവൻ അതിന്റെ ഉത്തരമാണ്. പരീക്ഷിത് മഹാരാജാവ് ശ്രീമദ് ഭാഗവതം കേൾക്കാനുള്ള കാരണം പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ മുത്തച്ഛന്മാരായ പാണ്ഡവന്മാരെ കഥ, അതും പരീക്ഷത്തിന്റെ അച്ഛന്റെ അമ്മാവനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥയും ശ്രീകൃഷ്ണന്റെ കഥ പ്രധാനമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം. ശബരികാദിശീശ്വരന്മാര് പരീക്ഷിത്ത് എന്തിനാണ് ശ്രീമദ് ഭാഗവതം കേൾക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ മഹാഭാരത യുദ്ധത്തിന്റെ അവസാന രംഗമാണ് ഭാഗവതം പറയുന്നത്. അതും യഥാവൃഥേ കൗരവസഞ്ജയാനം വീരേഷ്വധോ വീരഗതിംഗദേഷു മൃഗോദരാവിദ്ധഗതാവിമർഷഭഗ്നോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ. ആ മഹാഭാരത യുദ്ധത്തില് കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിലുള്ള യുദ്ധത്തില് വീരന്മാർ അസംഖ്യം അന്യോന്യം യുദ്ധം ചെയ്ത് അവരൊക്കെ യുദ്ധത്തില് മരിക്കുന്ന ആൾക്കാരൊക്കെ വാസ്തവം വീരഗതിംഗദേഷു വീരസ്വർഗമാണ്. യുദ്ധത്തിലൊക്കെ ശരീരം ഉപേക്ഷിക്കാൻ സാധിച്ചാൽ അവർക്ക് നേരെ സ്വർഗത്തിൽ ആ വീരസ്വർഗം നേടിയുള്ള അനവധി ആൾക്കാര്. ഇങ്ങനെ ആ യുദ്ധത്തിന്റെ അവസാനത്തിൽ ഉണ്ടായത് മൃഗോദരാവിദ്ധഗതാഭിമർഷഭഗ്നോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ. ധൃതരാഷ്ട്രന്റെ പുത്രനായ ദുര്യോധനൻ ഭീമസേനന്റെ ഗദ ഏറ്റ് അടികൊണ്ട ദുര്യോധൻ തൊട പൊട്ടി നിലത്ത് വീണുന്നാണ്. പൊട്ടിപ്പോയി. അത്രയും ശക്തിയായ ഭീമന്റെ ഗദ കൊണ്ട് അടിയേറ്റിട്ടാണ്. ഈ അടിയേറ്റ് ദുര്യോധൻ അവിടെ വീണതോടുകൂടി അടിയേറ്റ ദുര്യോധൻ അവിടെ വീണു. വാസ്തവം ഭർത്തുപ്രിയം ദ്രൗണിരീതി സ്മവശ്യൻ കൃഷ്ണാസുധാനാം സ്വപതാം ശിരാംസി ഉപാഹരത് വിപ്രിയമസ്യ തദ്രുകുപ്സിതം കർമ്മവികരഹേന്തി. ഇങ്ങനെ ദുര്യോധനൻ യുദ്ധക്കാലത്തിന് തൊടപൊട്ടി വീണ കാഴ്ച ഭർത്തുപ്രിയം ദ്രൗണിരീതി സ്മവശ്യൻ. ദ്രൗണിയായ അശ്വത്ഥാമാവ് കണ്ടു. തന്റെ പ്രഭുവായിരിക്കുന്ന ദുര്യോധനൻ യുദ്ധക്കളത്തില് അടിയേറ്റ് വീണ രംഗത്തെ അശ്വത്ഥാമാവ് കണ്ടപ്പം അദ്ദേഹത്തിന് വിഷമായി. വാസ്തവം ഇനിയിപ്പോ ദുര്യോധൻ മരിക്കുന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. തൊട പൊട്ടിക്കഴിഞ്ഞു. ഇനി അവിടുന്ന് അനങ്ങാൻ പറ്റില്ല, മരിക്കുന്ന ഉറപ്പായപ്പോഴാണ് ദുര്യോധനൻ നന്നായിട്ട് മരിക്കും. അതാണ് അശ്വത്ഥാമാവിന്റെ ഉദ്ദേശം. കാരണം അവസാനം നന്നായിട്ട് മരിക്കാൻ സാധിച്ചാൽ ഈ ആൾക്കാരൊക്കെ വീരഗതിയെ പ്രാപിച്ചു. ദുര്യോധനും അത് പ്രാപിക്കും ധരിച്ച എങ്ങനെയായാൽ ദുര്യോധനം നന്നാവും എന്ന് ചിന്തിച്ചു. ദുര്യോധന് നന്നാവണമെങ്കിൽ, സന്തോഷാവണമെങ്കിൽ പാണ്ഡവന്മാരെ സൃഷ്ടിക്കണം. എന്നാൽ ദുര്യോധന ദോഷം. പക്ഷെ അത് പറ്റുന്ന മാർഗമല്ല. പാണ്ഡവന്മാരെ ഭഗവാന്റെ സംരക്ഷണയിലാവുകൊണ്ട് അവരൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പം ദ്രൗണിരീതി സ്മവശ്യൻ കൃഷ്ണാസുതാനാം സ്വപതാം ശിരാംസി. കൃഷ്ണയുടെ പുത്രന്മാരെ ശിരസ്സാണ് മുറിച്ചു.
പാഞ്ചാലിയുടെ 5 പുത്രന്മാരെ വെട്ടിക്കൊല്ലാണ്. നിഷ്കരുണം ഒരു ദയവും ഇല്ലാതെ കണ്ട് പാഞ്ചാലിയുടെ 5 പുത്രന്മാരെ വെട്ടിക്കൊല്ലും. ഇത് വാസ്തവം ഉപാഹരത് വിപ്രിയമസ്യ പ്രിയമേതസ്യ ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി. ഇത് ദുര്യോധൻ ഇഷ്ടാവെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തതെങ്കിലും ദുര്യോധന് വാസ്തവം ഇതിഷ്ടായില്ല. പാണ്ഡവന്മാരും കൗരവന്മാരും അന്യോന്യം കലഹിക്കുന്നെങ്കിലും ദുര്യോധനും വാസ്തവം തന്റെ വംശം മുഴുവൻ നശിക്കാൻ പോവാ. അപ്പൊ മറുവംശത്തിൽ ഞങ്ങളോ അന്യോന്യം കലഹം കൂടി നശിച്ചു. ഇനി ഈ വംശത്തിലേക്ക് വീണ്ടും ഈ കലഹം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഇത് ചെയ്തത് ദുര്യോധന് വാസ്തവം ലോകം നിന്ദിക്കുന്ന പ്രവൃത്തിയാണ്. ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെയാണ് വെട്ടിക്കൊന്ന്. വാസ്തവം ദുര്യോധന ഇഷ്ടമായിട്ടില്ല. ഇങ്ങനെ അശ്വത്ഥാമാവ് ഈ കർമ്മം ചെയ്തെങ്കിലും അതും വെട്ടിക്കൊന്നു മാത്രമല്ല, ആ കുട്ടികളുടെ ശിരസ് ഉപാഹരത് വിപ്രിയമസ്യ മേവതസ്യ തജ്ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി സ്വപതാം ശിരാംസി. ഈ കുട്ടികളുടെ ശിരസ് കൊണ്ടുവന്ന ദുര്യോധന മുമ്പിൽ കൊണ്ടുവച്ചു. കണ്ടത് ദുര്യോധന വാസ്തവം ഇത് ഇഷ്ടമായിട്ടില്ല. ഇഷ്ടാവും ധരിച്ച ചെയ്ത് ഓരോരുത്തരും ഇഷ്ടം ഇന്നതാണ് ധരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്താൽ ചിലപ്പോ അവർക്ക് ഇഷ്ടമായിക്കോളണമെന്നില്ല. അന്യോന്യം പാണ്ഡവന്മാരും കൗരവന്മാരും കലഹിച്ചെങ്കിലും ഈ വംശ പരമ്പരയിലേക്ക് വീണ്ടും ഈ ഒരു വൈറെന്നുള്ള ഭാവത്തെ കൊണ്ടുപോകേണ്ട എന്ന ഭാവത്തെ ദുര്യോധന ഒട്ടും ഇഷ്ടമായില്ല. അതും മാതാ ശിശൂനാം നിധനം സുധാനാം നിശമ്യഘോരം പരിതപ്യമാന തദാരുതദ്ബാഷ്പകലാകുലാക്ഷീ താം സാന്ത്വയന്നാഹ കിരീടമാലി. കിരീടമാലയായ അർജുനൻ ഇതറിഞ്ഞു. പാഞ്ചാലി ആണെങ്കിൽ ഈ വിഷമത്തില് മാതാ ശിശൂനാം നിധനം സുധാനാം തന്റെ പുത്രന്മാരെ മരണപ്പെട്ടു. അതും അതിഭയാനകമായുള്ള മരണമാണ്, ഭീകരമായ മരണമാണ് അവർക്ക് പറ്റിയത് എന്ന് അറിഞ്ഞു പാഞ്ചാലി. മാതാ ശിശൂനാം നിധനം, അവരുടെ വധത്തെ മാതാവ് പാഞ്ചാലി ദേവി കേട്ടു. നിശമ്യ ഘോരം പരിതപ്യമാന. പാഞ്ചാലി കരഞ്ഞുകൊണ്ട് അതും പരിതപിച്ചുകൊണ്ട്, ഒരമ്മയുടെ ദുഃഖമാണ് ഭാഗവതം, അങ്ങനെ പരിതപിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊൽപ്പിച്ചുകൊണ്ട് താം സാന്ത്വയന്നാഹ കിരീടമാലി. ഇത് കണ്ടുള്ള അർജുനൻ, കിരീടം ധരിച്ചുള്ള അർജുനൻ ഈ പാഞ്ചാലിയുടെ ഈ അവസ്ഥയാണ് കണ്ട് അതും ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെയാണ് നിഷ്കരുണം വെട്ടിക്കൊന്ന് ആ ശിരസ് ദുര്യോധന മുമ്പിൽ കൊണ്ടുവച്ചുള്ള അവസ്ഥ. ഇത് അറിഞ്ഞിട്ടുള്ള പാഞ്ചാലിയാണ് കരയുന്നത്. ദുഃഖത്തോടുകൂടി കരയുമ്പോഴാണ് പാഞ്ചാലിയെ അർജുനൻ സമാധാനിപ്പിക്കുകയാണ്. വളരെ സമാധാനത്തോട് അർജുനൻ പറഞ്ഞു, തഥാശുജസ്തേ പ്രമുജാമി ഭദ്രേ യത് ബ്രഹ്മബന്ധോ ശിര ആപദായിന ഗാണ്ഡീവ മുക്തയ്യർ വിശിഖൈരുപാഹരേ ത്വാക്രമ്യയർ സ്നാസ്യസി ദഗ്ധപുത്ര. സദേ ആരെങ്കിലും മരിച്ചാല് ശവം സംസ്കരിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കുളിക്കണം, പതിവ് കുളിക്കണം എന്നാണ്. ഇവിടെ പാഞ്ചാലി പറഞ്ഞത് നീ കുളിക്കാൻ കുളിക്കാനായിട്ടില്ല. ഞാൻ ഇത് പോയിട്ട് അതും ഗാണ്ഡീവം ധരിച്ചുള്ള അർജുനൻ തന്റെ തേരിൽ കയറിയിട്ട് ഈ ബ്രാഹ്മണനെ വധിക്കാൻ വേണ്ടി യത് ബ്രഹ്മബന്ധോ ശിര ആവതായിന, അശ്വത്ഥാമാവിനെ വധിച്ച് ആ ശിരസ് ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് മതി കുളിക്കാൻ. എന്നിട്ട് മതി കുട്ടികളെ ശേഷത്തിൽ ചെയ്യലെന്നുള്ള ഭാവത്തില് നീ ഇപ്പൊ കരയണ്ടെന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ശിരസ് എടുത്തുകൊണ്ടുവന്ന് അദ്ദേഹത്തെ ശിരസ് കൊണ്ടുവന്നിട്ടാവാം എന്ന ഭാവത്തിലാണ് ഗാണ്ഡീവധാരിയായ അർജുനൻ തേരിൽ കയറിയിട്ട് പുറപ്പെട്ടു. അർജുനൻ ഒന്ന് ഉറപ്പുണ്ട്, ഇതി പ്രിയം വാൽക്ക് വിചിത്ര ജൽപ്പയ്യ സ്വസാന്തയുക്ത മിത്രസൂത അന്വാദ്രവദംശിത ഉഗ്രധന്വാ കപിധ്വജോ ഗുരുപുത്രം രഥേന. ഇത് പറഞ്ഞിട്ടാണ് ഗുരുപുത്രനായ ദ്രോണാചാര്യ പുത്രനായ അശ്വത്ഥാമനെ വധിക്കാൻ വേണ്ടി തേരിൽ കയറിയുന്ന. ഈ തേരിന്റെ മുകളിൽ ഇരിക്കേണ്ട കവിധ്വജോ ഗുരുപുത്ര. കവി ഹനുമാനാണ്.
രാമരാവണ യുദ്ധത്തിൽ പങ്കെടുത്തുള്ള ആ ചിരഞ്ജീവിയാണ് ഹനുമാൻ. അവിടെ ആണെങ്കിൽ രാമരാവണ യുദ്ധത്തില് ഭഗവാന്റെ ആ വില്ലിന് സദാസമയത്തും മണിയടിച്ചിട്ടുണ്ട്. കബന്ധം തുള്ളു. ലക്ഷക്കണക്കിന് ആൾക്കാരെ മരിച്ചാലാണ് കബന്ധം. ഒരു ശവം തുള്ളുകയാണ്. അങ്ങനെ തുള്ളി കഴിഞ്ഞാല് ഒരു മണി അടിക്കും. അങ്ങനെയുള്ള ആ മണി ഇടപെടാതെ കണ്ട് രാമരാവണ യുദ്ധത്തിൽ അടിച്ചത് കണ്ട ആളാണ് ഹനുമാൻ. അപ്പൊ ആ ഹനുമാൻ ഇപ്പം ഭഗവാന്റെ അർജുനന്റെ കൊടിയുടെ മോളെ കാലം വേദിക്കാൻ കാരണം ഈ അഭിമന്യു കുറച്ച് കാണിച്ചിട്ടുണ്ട്. മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യുവിന്റെ കർമ്മം കൊണ്ട് ഒരു കബന്ധം തുള്ളിയിട്ടുണ്ട്. അപ്പൊ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റിയ ആളാണ് അഭിമന്യു. അപ്പൊ ആ അഭിമന്യുവിന്റെ അച്ഛനന്റെ അർജുനൻ എന്ന ഭാവത്തിലാണ്. മാത്രമല്ല പിന്നെ തേര് ഓടിക്കുന്നതാരാ? തന്റെ പ്രഭുവാണ്. ശ്രീകൃഷ്ണ ഭഗവാനാണ് തേര് ഓടിക്കുന്നത്. പിന്നെ മുകളിൽ കയറിയതൂടെ എന്താ ബുദ്ധിമുട്ടുള്ള ഭാവത്തില് മുകളില് ഹനുമാൻ തേര് ഓടിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ. അർജുനൻ എന്തിനു പുറപ്പെട്ടാലും ഒരു ഉറപ്പുണ്ട്, തന്റെ ഒപ്പം കൃഷ്ണനുണ്ട്. എല്ലാ കർമ്മത്തിലും തന്റെ ഒപ്പം. ഇതന്നെ അർജുൻ വിജയനാവാൻ കാരണം. അർജുന് വിജയനാവാൻ കാരണം ഇതന്നെ എപ്പോഴും ശ്രീകൃഷ്ണൻ. അപ്പൊ അർജുനന് പരാജയം ഉണ്ടാവില്ല, വിജയം ഉണ്ടാവുള്ളൂ. അങ്ങനെ അർജുനൻ തന്മാത്രവംശിത ഉഗ്രധന്വാ കവിധ്വജോ ഗുരുപുത്രം രഥേന. ഗുരുപുത്രനായ അശ്വത്ഥാമാവിനെ വധിക്കാൻ വേണ്ടി വില്ലുകൃത്ത് തന്റെ തേരിൽ കയറി, ഹനുമാനാകുന്ന കൊടിയരാളുള്ള തേരിൽ കയറി, ശ്രീകൃഷ്ണൻ തെളിക്കുന്ന തേരിൽ കയറിയിട്ടാണ് അർജുനൻ പുറപ്പെട്ടു. കാരണം വധിക്കാൻ വേണ്ടിയിട്ടാണ് പുറപ്പെട്ടു. കൊണ്ടുവരണം ഭാവത്തില് വധിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പോഴാണ് തമാപതന്തം സവിലക്ഷ്യ ദൂരാൽ കുമാരോദ്വിഗ്നവനാരഥേന പരാദ്രവൽ പ്രാണപരിധുർവ്യം യാവദ്ഗമം രുദ്രഭയാദ്യഥാർക്ക. പണ്ട് ഓട്ടുണ്ടായിന്ന് പറഞ്ഞു. രുദ്രഭയാദ്യഥാർക്ക ബ്രഹ്മദേവൻ ഓടുണ്ടായിരുന്ന. ബ്രഹ്മദേവൻ സരസ്വതിയെ പ്രാപിക്കാൻ വേണ്ടി പോകുമ്പോ മഹാദേവന് അത്രഷ്ടായില്ല. സ്വന്തം മകളത്തേക്ക് അച്ഛൻ പോണ് കണ്ടപ്പം മഹാദേവൻ പുറപ്പെട്ടുള്ള മഹാദേവനെ പേടിച്ച് ബ്രഹ്മദേവന്റെ ഓട്ടുണ്ടായി. ഇതുപോലെയാണ് അർജുനന്റെ വരവ് കണ്ട് അശ്വത്ഥാമാവതമാപതന്തം സവിലക്ഷ്യ ദൂരാൽകുമാരഹോദ്വിഗ്നവനാരഥേന പരാദ്രവൽ പ്രാണപരിസൂഭ്യാം. ഭൂമിയിലെ തേര് കൊണ്ട് കുറെ ഓടി. പിന്നെ തേരൊന്നും ഇറങ്ങിയിട്ട് വളരെ വേഗം ഭയപ്പെട്ട യാവദ്ഗമം രുദ്രഭയാദ്യഥാർക്ക. വളരെ വേഗം പോയി. ഭൂമിയിൽ കൂടി ഓടിപ്പോവുക. എങ്ങനെയൊക്കെ ഓടിയാലും രക്ഷപ്പെടാൻ പറ്റുമോ? കാരണം ഭഗവാനാണ്. പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന ഭാവത്തില് ഓട്ടത്തില് ശക്തി കുറഞ്ഞു, ക്ഷീണം വന്നപ്പോഴാണ് യഥാശരണമാത്മാനം ഐക്ഷതശ്രാന്തവാജിനം അസ്ത്രം ബ്രഹ്മശിരോമീനി ആത്മത്രാണം ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബ്രാഹ്മണൻ ചെയ്തത്, അശ്വത്ഥാമാവ് ചെയ്തത്. ഇനി ഓടിയാൽ രക്ഷ കിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ബ്രാഹ്മണൻ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം എടുത്തു. ബ്രഹ്മാസ്ത്രം എടുത്താണ് പ്രയോഗിക്കുക. അത് പ്രയോഗിക്കാനേ ദ്രോണാചാര്യ പഠിപ്പിച്ചിട്ടുള്ളൂ. ഉപസംഹരിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് അർജുനെ പഠിപ്പിച്ചിട്ടുള്ളൂ. കാരണം സ്വന്തം പുത്രന് പറഞ്ഞു കൊടുക്കാത്ത കാര്യമാണ് ശിഷ്യനായ അർജുനന് ദ്രോണാചാര്യ പറഞ്ഞു കൊടുത്ത. ഇത് സന്ദിഗ്ധ ഘട്ടത്തിൽ മാത്രമേ പ്രയോഗിക്കാവൂ എന്നുള്ള ഈ അസ്ത്രമാണ് അർജുനെ കണ്ട് പേടിച്ച് ഓടിയാൽ എത്തില്ല എന്നുള്ള ഭാവത്തില് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടാണ് അധോപസ്പൃശ്യ ശരീരം സ്വന്തധേ തത്സമാഹിത അജാനന്നുപസംഹാരം ഉപസംഹരിക്കാൻ അറിയാത്ത അസ്ത്രം പ്രയോഗിക്കരുത് എന്നാണ് പ്രമാണം. യുദ്ധത്തിൽ പ്രമാണം. ആ പ്രമാണം നോക്കിയില്ല. ഉദാഹരണം പറഞ്ഞ വാക്ക്, പിതാവ് പറഞ്ഞ വാക്ക് മാറ്റിയിട്ടാണ് അത് പ്രയോഗിക്കാൻ വേണ്ടി അധോപസ്പൃശ്യ ശരീരം വെള്ളത്തിറങ്ങിയിട്ട് കാലം മുഖവും കഴുകി ആചമിച്ച് ശുദ്ധി വരുത്തിയിട്ട് ഈ ബ്രഹ്മാസ്ത്രത്തെ അയക്കുകയാണ് അർജുനന്റെ നേരെ അശ്വത്ഥാമ. ഈ ബ്രഹ്മാസ്ത്രത്തിന്റെ വരവ് കണ്ട് ആകെയാണ് ഭയപ്പെട്ടു. പ്രാദുഷ്കൃതം തേജ പ്രചണ്ഡം സർവതോദിശം പ്രാണാപദമഭിപ്രേക്ഷ്യ
വിഷ്ണുരുവാച. വളരെ ഭയപ്പെട്ട അർജുനൻ വളരെ ഭയപ്പെട്ടു. ഈ ബ്രഹ്മാത്മകയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഭയമില്ലാതെ ആളാണ് തൻ്റെ തേരിൽ ഓടിക്കാൻ നിൽക്കുന്നത്. എങ്കിലും അർജുനൻ അവിടെ ഭയപ്പെട്ട് ബ്രഹ്മാസ്ത്രവും ഭയപ്പെട്ടിട്ടാണ് കാണുന്നത്. പിന്നാലെയാണ് വരുന്നുണ്ട്. വളരെ ഭയപ്പെട്ട ശക്തിയോട് കൂടിയാണ് വരുന്നത്. താൻ നശിക്കുന്ന ഉറപ്പായി വലിയൊരു തേജസ്സാണ് വരുന്നത് കണ്ടത്. ഇത് കണ്ടതോടുകൂടി അർജുനൻ ശ്രീകൃഷ്ണ പാദത്തിൽ വീണാൾ നമസ്കരിച്ചു. ശ്രീകൃഷ്ണനെ ശരണം പ്രാപിച്ചു. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതേ. കൃഷ്ണ കൃഷ്ണന് മാത്രമേ പറ്റുള്ളൂ. കൃഷ്ണൻ ആരാധിച്ചാൽ ഭക്താനാം അഭയങ്കര. ഭക്തന് അഭയത്തെ കൊടുക്കുന്ന ആളാണ് ഭഗവാൻ കൃഷ്ണൻ. ഇതാണ് വെറുതെ അല്ല പട്ടേരിപ്പാട് പറഞ്ഞ ശ്രീകൃഷ്ണ ത്വൽപദോപാസനം അഭയതമം. അഭയം എന്നും പറഞ്ഞാൽ പോരാ. അഭയം അഭയതരം അഭയതമം. അഭയതമമാണ് ഭഗവാൻ എന്നറിയാവുന്ന അർജുനൻ. അതും ഭക്തന്മാരെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ നശിപ്പിക്കാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളാണ് ഭഗവാൻ എന്ന ഭാവത്തിലെ ഭക്താനാം അഭയങ്കര. അഭയത്തെ കൊടുക്കുന്ന ഭഗവാനെ കൃഷ്ണ അങ്ങയ്ക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ത്വമേകോ ദഹ്യമാന. ഇങ്ങനെ ദഹിച്ചു പോകുന്ന ജീവജാലങ്ങൾക്ക് ആനന്ദത്തെ കൊടുക്കാൻ, മോക്ഷത്തെ കൊടുക്കാൻ, അപവർഗച്ച മോക്ഷത്തെ കൊടുക്കാൻ ത്വം ഏക. അങ്ങല്ലാതെ കണ്ട് വേറെ ഒരാളുമില്ല. ശ്രീകൃഷ്ണ ഭഗവാനെ അവൻ ആശ്രയിക്കുന്ന മോക്ഷത്തെ ഇപ്പോഴും കഴിവുള്ള ആളാ കൃഷ്ണൻ എന്ന ഭാവത്തില്. കൃഷ്ണനല്ലാതെ വേറെ ആരുമില്ല. കൃഷ്ണ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് അവർ നമസ്കരിച്ചു. കൃഷ്ണൻ ആരാണ് വാസ്തവം? ത്വമാദ്യ പുരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേ പര മായാം വ്യുദസ്യ ദിക്ഷക്ര്യ കൈവല്യേ സ്ഥിത ആത്മനി. ഭഗവാൻ ആദ്യത്വം. ആദ്യ അങ്ങാണ്. അങ്ങേന്നാ ഇതൊക്കെ ഉണ്ടായത്. ആദ്യൻ ആരാന്ന് ചോദിച്ചാൽ കൃഷ്ണനാണ്. കൃഷ്ണൻ എന്നാണ് ഇതൊക്കെ ഉണ്ടായത്. കൃഷ്ണൻ ആരാന്ന് ചോദിച്ചാൽ കൃഷ്ണൻ പുരുഷനാണ്. അപ്പം ആദ്യ പുരുഷ. പുരുഷൻ എന്ന് വെച്ചാൽ തന്നെ പുരുഷനാകെ ഒരാളേ ഉള്ളൂ. ഷഷ്ടസ്കന്ധത്തിൽ പറയാൻ പോകുന്നുണ്ട്. കാരണം ആയ പുരുഷൻ മാത്രം, പുരുഷോത്തമനായ ഭഗവാൻ മാത്രമേ പുരുഷനുള്ളൂ. അങ്ങനെയുള്ള പുരുഷോത്തമനായ ഈശ്വര അങ്ങ് പ്രകൃതിക്കും പരനാണ്. ഇതിന് അതിന് ബുദ്ധിനെയും പറയാൻ പോകുന്നത്. പ്രകൃതിക്കും പരന. പ്രകൃതി അങ്ങേതുണ്ടായതാണ്. ഇല്ലാത്ത വസ്തു അങ്ങേതുണ്ടായതാ. ഇതിനും പരനായി ശോഭിക്കുന്ന ഭഗവാനെ ശ്രീകൃഷ്ണ. മാത്രമല്ല അങ്ങേക്കാണെങ്കിൽ മായാം വ്യുദസ്യ ശിക്ഷക്രിയ. മായ അങ്ങിൽ നിന്നുണ്ടായതാണ്. മായ അങ്ങയ്ക്ക് മായ ബാധകമല്ല എന്ന ഭാവത്തില്. അതും കൈവല്യേ സ്ഥിത ആത്മനി. മോക്ഷത്തെ കൊടുക്കാൻ കഴിവുള്ള ആളാ ശ്രീകൃഷ്ണൻ എന്ന ഭാവത്തില് ഭഗവാനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഭഗവത്പാദത്തില് അങ്ങട് നമസ്കരിക്കുകയാണ് അർജുനൻ ചെയ്യുന്നത്. സേവ ജീവലോകസ്യ മായാമോഹിതചേതസ വിധൽസേ സ്വേന വീര്യേണ ശ്രേയോ ധർമാതിരക്ഷണം. ഭഗവാനെ സേവിക്കേണ്ട ധർമ്മത്തെ അർജുനൻ തന്നെ പറയുന്നു. കാരണം ഈ മായ ഭഗവാന് ബാധകമല്ല. ഭഗവാൻ എന്നാണ് മായ ഉണ്ടായത്. നമ്മളൊക്കെ ഈ മായയിൽ കുടുങ്ങിയ ആൾക്കാരാണ്. ഭഗവാൻ ഈ മായ, ഭഗവാനാണ് മായയെ നിയന്ത്രിക്കുന്നത്. ഭഗവാൻ മായ ഭഗവാനെ അങ്ങോട്ട് ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കാൻ കഴിയുന്ന ശ്രേയസ്സിനായിട്ടുള്ള ധർമ്മത്തെ പറയുന്ന ഭഗവാനെ, ധർമ്മത്തെ അതും 3 മാർഗമാണ്. ത്രിവർഗങ്ങള് ധർമ്മം അർത്ഥം കാമം എന്നാണെങ്കിൽ ഭഗവാൻ ആ മോക്ഷത്തെയും കൂടി, സാധാരണക്കാർക്ക് ഈ ത്രിവർഗേ നോക്കാറുള്ളൂ. ഭഗവാൻ മോക്ഷത്തെയും കൂടി കൊടുക്കുന്ന, മായ ബാധിക്കാത്ത, മായയ്ക്കും അതീതനായ, മായയെ നശിപ്പിക്കുന്നതായ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ആശ്രയിച്ചു. തഥായവതാരസ്തേ ഭുവോ ഭാരജിഹീർഷയ സ്വാനാം ചാനന്യഭാവാനാം അനുധ്യാനായ ചാസകൃൽ. അങ്ങയുടെ അവതാരം തന്നെ തഥായം
അവതാരത്തെ ഭുവോ ഭാരഗീർഷയ, ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരം. ഭൂമി ദുഷ്ടന്മാരുടെ ഭാരം സഹിക്കാൻ വയ്യാതെ കണ്ട് ഭൂമിദേവി ബ്രഹ്മദേവനെയും ശ്രീമഹാദേവനെയും കൂട്ടി ഭഗവാനെ സ്തുതിച്ചു. ഈ ഭാരം സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പം ആ ഭാരത്തെ തീർത്ത് ഭൂമിയിലെ ഭക്തന്മാരെ അനുഗ്രഹിക്കാനാണ് ഭഗവാന്റെ അവതാരം. ഭഗവാന്റെ വന്റെ ആവശ്യമൊന്നുമില്ല. ഭഗവാന്റെ അവതാരത്തിൽ അദ്ദേഹം തന്നെ ഭക്തന്മാരെ അനുഗ്രഹിക്കാനും ദുഷ്ടന്മാർ നശിപ്പിക്കാനുമാണ് ഭഗവാന്റെ അവതാരം. അതുകൊണ്ട് ഈ ദുർഘടഘട്ടത്തിനും മോചിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഈ അവതാരം പ്രത്യേകിച്ചും കൃഷ്ണാവതാരം പ്രത്യേകിച്ചും സാധുക്കളെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ ഇതാണ് ഗീതയിൽ ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. കാരണം ഭൂമിയുടെ ഭാരത്തെ തീർക്കുക, ദുഷ്ടന്മാരെ നശിപ്പിക്കുക, അധർമ്മത്തെ ഇല്ലാതാക്കുക, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനാണ് ധർമ്മസ്യ സംസ്ഥാപനാർത്ഥായ. ഇതിനുവേണ്ടി ഭഗവാൻ യുഗം തോറും അവതരിക്കുന്ന കൃഷ്ണാവതാരം പ്രത്യേകിച്ചും ഇതിനു വേണ്ടിയിട്ടാണ്. ഏകാന്ത ഭക്തന്മാർക്ക് ധ്യാനിക്കാനും ഒരു സ്വരൂപം വേണ്ടേ. ശരിക്ക് സുന്ദരമായ രൂപത്തിലെ ഭഗവാൻ വന്ന് ഏതൊരാൾക്കും ആനന്ദത്തെ കൊടുക്കുന്ന ശ്രീകൃഷ്ണ സ്വരൂപം കാണാനും അത് ധ്യാനിക്കാനും അതിൽ കൂടിയിട്ട് ഭഗവാനെ ആശ്രയിക്കാനും പറ്റിയൊരു സ്വരൂപത്തെ മത്സ്യാവതാരം അങ്ങനെ പറ്റില്ല. കൂർമാവതാരം അങ്ങനെ ഏതൊരാൾക്കും ശ്രീകൃഷ്ണ രൂപത്തെ ഇഷ്ടമില്ലാത്ത ആരുമില്ല. മറ്റൊരവതാരവും പറയാത്ത ശ്രീരാമനെ പോലും അത്ര സുന്ദരനാണെങ്കിലും ശ്രീശ്വരന്മാരൊക്കെ ആശ്രയിച്ചു എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. ഭഗവാൻ സൗന്ദര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒന്നും ധരിച്ചില്ല. ഉപേക്ഷിച്ച് കാട്ടിക്ക് പോവുക ഭഗവാൻ. ഒന്നുമില്ല, ജടാവർക്കരധാരിയായിട്ടാണ് ഭഗവാൻ പോണത് കാട്ടിക്ക്. ഇതൊക്കെ അതും അഭിഷേകം കഴിക്കാൻ പുറപ്പെട്ട രാമൻ ഒക്കെ ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥ. അങ്ങനെ ഭഗവാനാണ് പോണ്. കണ്ടവിടെ ആ ശിഷ്യന്മാർക്കൊരു മോഹൻ ഉണ്ടായിരുന്ന ഭഗവാനെ കണ്ടപ്പോയി ഒന്ന് സീതയെ പോലെ ഭഗവാനെ ശുശ്രൂഷിക്കണം, സീതയെ പോലെ ശുശ്രൂഷിക്കണമെന്ന് തോന്നിയപ്പോഴാണ് രാമൻ അറിഞ്ഞത്. രാമനെ നിങ്ങളത് എത്ര ആയിട്ടുള്ളൂ, നിങ്ങളത് എത്ര ഉയർന്ന ആൾക്കാരല്ലേ, ലക്ഷ്മണനെ പോലെ തോന്നിയാ പോരായിരുന്നോ, സീതയെ പോലെ സ്വാതന്ത്ര്യം അധികം കിട്ടിയ സീതയ്ക്കല്ലേ എന്ന ഭാവത്തിലാണ് അവർ പറഞ്ഞു. ഞങ്ങൾക്ക് തോന്നിയത് ശരിയാണ്, എങ്കിലും നിങ്ങൾ തോന്നിച്ചേക്ക് മാറ്റമൊന്നുമില്ല. കൃഷ്ണാവതാരത്തിന് തോന്നുന്ന കൃഷ്ണാവതാരത്തിന് സ്വാഗതം. സീതയെ പോലെ തന്നെയായി ഗോപികളൊക്കെ അവിടേക്ക് വന്നത്. അനവധി അധ്യായങ്ങളൊക്കെ ഭാഗവതം പറയുന്നത് പല പലത്തിലുള്ള ഗോപികളാണ് ഭഗവാനെ മോഹിച്ചതും. മത്സ്യാവതാരത്തിലെ, കൂർമാവതാരത്തിലെ, രാമാവതാരത്തിൽ, സിംഹാവതാരത്തിലെന്നല്ല പൃഥുവിന്റെ അവതാരത്തിൽ ഇങ്ങനെ പല ദിക്കുന്നു വന്നുള്ള ആൾക്കാരാണ് കൃഷ്ണാവതാരത്തിന് ഗോപികളായിട്ട്. അവർക്കൊക്കെ ഉദ്ദേശം ആ പരമാനന്ദം അനുഭവിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങ് ആരാന്ന് ചോദിച്ചാൽ ഇവർക്കൊക്കെ ആനന്ദത്തെ കൊടുക്കുന്ന ആ സുന്ദരമായ രൂപം ആണ് കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ ഇട്ടത്. ഇത്രയും സുന്ദരമായ രൂപം ഇതാണ്. ഏതൊരാൾക്കും ശ്രീകൃഷ്ണനെ ഇഷ്ടമില്ലാത്ത ആരും, ശ്രീകൃഷ്ണ രൂപത്തെ ഇഷ്ടമില്ലാത്ത ആരും. കാരണം എല്ലാവർക്കും ആ രൂപം കണ്ടിട്ടും കണ്ടിട്ടും മതി വരാത്ത ഭഗവാന്റെ സ്തുതി. ഇങ്ങനെ ഒരു ഭഗവാന്റെ സ്വരൂപം സ്വീകരിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് നന്മയെ കൊടുക്കാനും അവരെ ഇങ്ങോട്ട് ആരാധിക്കാനും വേണ്ടി സജ്ജനങ്ങളെ രക്ഷിക്കാനും ദുഷ്ടന്മാർ നശിപ്പിക്കാനുമാണ് അങ്ങയുടെ അവതാരം. കിമിതം സ്വിൽപുധോ വേദി ദേവദേവ നവേദ്യം സർവതോമുഖമായാധി തേജ പരമദാരുണം. ഹേ ഭഗവാനെ, ഈ ഒരു തേജസ് വരുന്ന ഇത് എവിടുന്നാ എന്താന്ന് നിശ്ചയില്ല, എന്താ തേജസ് അറിയില്ല, എങ്കിലും ഇതൊന്നും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചു അർജുനൻ. ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, വേദം ദ്രോണപുത്രസ്യ ബ്രാഹ്മണസ്ത്രം പ്രദർശിതം നൈവാസോ വേദസംഹാരം പ്രാണബാധ ഉപസ്ഥിതി. അർജുന, ഇത് അശ്വത്ഥാമാവ് ദ്രോണരുടെ പുത്രൻ അയച്ചതാണ്.
ബ്രാഹ്മവസ്ത്രമാണിത്. ഇത് ഉപസംഹരിക്കാൻ നൈവാസോ വേദസംഹാരം ഉപസംഹരിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. അയച്ചു ഭയപ്പെട്ട അയച്ചതാണ് ഉപസംഹരിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ട് പ്രാണബാധ ഉപസ്ഥിതി, പ്രാണൻ പോകുന്നൊരു ഘട്ടം വന്നപ്പോൾ അശ്വത്ഥാമാവ് ഇത് അയച്ചത് അദ്ദേഹത്തിന്റെ ഉപസംഹരിക്കാൻ അറിയില്ല. അന്യതമം കിഞ്ചിൻ അസ്ത്രം പ്രത്യവകരിശനം യഹ്യോന്നതം അസ്ത്രജ്ഞോ ശാസ്ത്രതേജസ. ഈ അസ്ത്രത്തെ ഉപസംഹരിക്കാൻ വേറെ ആർക്കും അറിയില്ല, നിനക്ക് മാത്രമേ അറിയാം. ഉപസംഹരിച്ചോളുന്നതാണ്. അർജുനൻ ഭഗവാന്റെ വാക്ക് കേട്ട് ആദ്യങ്ങളുടെ അസ്ത്രം അയച്ചു. രണ്ടും കൂടി കൂട്ടി മുറ്റിയപ്പം തീവോളം പറക്കാൻ തുടങ്ങി. എങ്കിലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രണ്ടും ഉപസംഹരിക്കാൻ അർജുനന് സാധിച്ചു. ഭഗവതാ പ്രോക്തം ഭാഗ്വന പരവീര കൃഷ്ണാവസ്ഥം പരിക്രമേ. ഈ ബ്രാഹ്മായ ഈ ബ്രഹ്മാസ്ത്രം രണ്ടും കൂടി കൂട്ടിമുട്ടിയിട്ടാണ് ആവർത്തിയ ലോകശീഖഞ്ച വൃതാതെയർക്കവൽ. എല്ലാതിനും തീയ മാത്രമായി പോയി. രണ്ട് ബ്രഹ്മാസ്ത്രം ചൂട് തീയ മാത്രമായപ്പോഴാണ് ഇത് കണ്ട് എല്ലാവരും ഭയപ്പെട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിച്ചപ്പം ഭഗവാൻ അർജുനോട് പറഞ്ഞു, ഇനി മതിട്ടോ, പിടിച്ചെടുത്തോളൂ എന്ന്. രണ്ടസ്ത്രവും കൂടെ തിരിച്ചെടുത്തു എന്നാണ്. മതഞ്ച വാസുദേവസ്യ സഞ്ജഹാര അർജുനോ ദ്വയം. രണ്ടസ്ത്രവും അർജുനൻ ഉപസംഹരിച്ചു. തഥ ആസാദ്യ തരസാ ദാരുണം ഗൗതമീസുതം ബബന്ധാമരിഷതാമ്രാക്ഷ പശും രശനയായഥ. ഇങ്ങനെ കുട്ടികളെ ഉറങ്ങിക്കിടന്ന കുട്ടികളെ കൊന്നുള്ള ഈ നീചനായ ബ്രാഹ്മണനെ വാസ്തവം തഥ ആസാദ്യ തരസാ ദാരുണം ഗൗതമീസുതം ബബന്ധാമരിഷ താമ്രാക്ഷ പശും രശനയായഥ. കയറുകൊണ്ട് പശുക്കളെ കെട്ടുന്ന കൂട്ടത്തിലാണ് ഇദ്ദേഹത്തെ പിടിച്ച് കെട്ടിക്കൊണ്ടുവരുന്ന അവസ്ഥ. ശിബിരായ നിനീഷന്തം പ്രകുപിതോ ഭഗവാൻ അംബുജേക്ഷണ. ഇങ്ങനെ കെട്ടിയിട്ട് ശത്രുവിനെ കയറുകൊണ്ട് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അതും ശക്തിയുമാണ് അദ്ദേഹത്തെ കെട്ടാൻ. ദ്രോണരുടെ പുത്രൻ ശക്തിയായിട്ട് പിടിച്ച് കെട്ടി അർജുനൻ ഭഗവാനോട് കൂടി പിടിച്ച് കെട്ടിന് കൊണ്ടുവരുന്നു. ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഇത്രയും നീചമായ കർമ്മം ചെയ്ത ആളാണെന്ന ഭാവത്തില് കൊണ്ടുപോരുമ്പം ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാൻ നോക്കുന്നുണ്ട്. അർജുനൻ ഭഗവാൻ നോക്കുന്നുണ്ട്. പിടിച്ച് കെട്ടി കൊണ്ടുവരുമ്പം കാരണം ഇത്രയും നീചമായ കർമ്മ ഇത് ചെയ്യാൻ ആർക്കും അർഹതയില്ല. മയനം പാർത്താർഹസിത്രാതും ബ്രഹ്മബന്ധും ഇമം ജഹി യോസാവനാഗസൂപ്താൻ അവധി നിശി ബാലകാൻ. അതും ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെയാണ് വധിച്ചത്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നീ അദ്ദേഹത്തെ വധിക്കാൻ ഞാൻ പറ്റും, അദ്ദേഹത്തെ വധിക്കാൻ തന്നെ വേണം. ബ്രഹ്മബന്ധു മിമം ജഹി, കൊല്ലണം എന്നാണ്. അശ്വത്ഥാമാവിനെ അർജുന വധിച്ചോളൂന്ന്. കാരണം ചെയ്യാൻ പറ്റാത്ത കർമ്മമാണ് അശ്വത്ഥാമാവ് ചെയ്തത്. മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം സ്ത്രീയം ജഡം പ്രപന്നം വിരഥം ഭീതം നരിപും ഹന്തി ധർമ്മവിധം. ഈ തരം ആൾക്കാരെ വധിക്കാൻ പാടില്ല. മദ്യം സേവിച്ച് ബോധമില്ലാത്ത ആൾക്കാര്, അതും ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാര്, കുട്ടികള്, സ്ത്രീകള്, ഇത്തരം ആൾക്കാരെ, ശക്തിയില്ലാത്ത ആൾക്കാരൊന്നും വധിക്കാൻ പാടില്ല എന്നാണ് പ്രമാണം. അത് ചെയ്ത ആളായി ഇദ്ദേഹത്തിനാണ്. ഇത്തരം ആൾക്കാരെ വധിക്കാൻ പാടില്ല. ഇത് അറിയുന്ന ആള് ഇത്തരം ആൾക്കാരെ വധിച്ചാലോ അശ്വത്ഥാമ അറിയാത്ത ആള്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇത് വധിക്കുക തന്നെയാണ് വേണ്ടതെന്നാണ്. സ്വപ്രാണാന്യ പരപ്രാണേയ പ്രപുഷ്ണാത്യഘൃണഖല തദ്വതസ്തസ്യ ശ്രേയോ യദ്ദോഷാത്യാത്യധർമ്മൻ. എന്ന അദ്ദേഹത്തെ ഇത്രയും ദുഷ്ടമായ കർമ്മം ചെയ്തുള്ള അദ്ദേഹത്തെ വധിച്ചാൽ അത് അദ്ദേഹത്തിനും ശ്രേയസ്സാണ്. തദ്വതസ്യ ശ്രേയോ യദ്ദോഷാത്യാത്യധസ്യം. അശ്വത്ഥാമാവിന് ഇപ്പൊ തന്നെ വധിച്ചാൽ അത് അശ്വത്ഥാമാവിനും ശ്രേയസ്സാണ്. അർജുന അദ്ദേഹത്തെ വധിക്കാൻ ഇനി ഈ ശരീരം കൊണ്ട് വേണ്ടാത്ത കർമ്മം ചെയ്യില്ല. അദ്ദേഹത്തെ വധിക്കുമെന്ന് ഭഗവാൻ. പ്രതിശ്രുതഞ്ച ഭവതാ പാഞ്ചാല്യേ ശൃണ്വതോ മമ ആഹരിഷ്യേ
ശിരസ്തസ്യ യസ്തേ മാനിനി പുത്ര. പുത്രന്മാരെ കൊന്നത് ഇവനാണെന്ന് കാണിച്ച് പാഞ്ചാലിക്ക് കാണിച്ചു കൊടുക്കേണ്ട, ഇദ്ദേഹത്തെ കാണിച്ചു കൊടുക്കേണ്ടെന്ന ഭാവത്തിലാണ് ഭർത്തുശ്ച വിപ്രിയം വീര കൃതവാൻ കുലപാംസന. സ്വന്തം കുലത്തെ നശിപ്പിച്ച ആളാണ്, കുലപാംസനാണ്. കാരണം ബ്രാഹ്മണൻ ഇങ്ങനെ ചെയ്യാനും ബ്രാഹ്മണർക്ക് നമ്മുടെ കയ്യിലൊക്കെ വല്ല ആരും ചോദിക്കാൻ വരികയാണെങ്കിൽ നമ്മളുള്ള കയ്യിലുള്ള കത്തിയും കൂടി വലിച്ചെറിയാ ചെയ്യാം. ഇതുകൊണ്ടായിരിക്കും ഒന്നും പറ്റരുത്. ഇതിപ്പോ ഇതേ ഇത്രയും വേണ്ടാത്ത നീച കർമ്മം ചെയ്ത ആളാണെന്ന ഭാവത്തില് പുത്രന്മാരെ വധിച്ചുള്ള അശ്വത്ഥാമാവിനെ ഇവിടെ പാഞ്ചാലി മുമ്പിൽ കൊണ്ടുവന്ന ഭാവത്തില് അർജുനൻ വർദ്ധിച്ചിട്ടാണ് ഇദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവരുന്നതാണ്. അധോവേത്യസ്വശിവിരം ഗോവിന്ദ പ്രിയ സാരഥി നിവേദയത്വം പ്രിയായി ശോചന്ത്യ ആത്മജാൻ ഹതാൻ. കുട്ടികളെ വധിച്ചിട്ടുള്ള ഇദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കയറായിട്ട് മൃഗങ്ങളെ പോലെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന കഥാഹൃതം പശുവൽ പാശബദ്ധം അവാങ്മുഖം കർമ്മയുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണാവകൃതം ഗുരോസ്തുതം വാമസ്വഭാവ കൃപയാ മനാമജ. തന്റെ കുട്ടികളെ വധിച്ചുള്ള അശ്വത്ഥാമാവിനെ ഭർത്താവുന്ന അർജുനൻ വെച്ച് കെട്ടി കൊണ്ടുവന്ന സഭയിൽ കൊണ്ടുവന്ന പാഞ്ചാലിയുടെ കാക്കൽ കൊണ്ടുവന്നിട്ടു. ഇതാ പാഞ്ചാലി ഇവനാണ് വധിച്ചതെന്ന ഭാവത്തില് കെട്ടിക്കൊണ്ടുവന്ന പാഞ്ചാലിയുടെ കാക്കല കിട്ടുവോ പാഞ്ചാലി നീട്ടിട്ട് രാമസ്വഭാവ കൃപയാ മനാമജ. അശ്വത്ഥാമാവിനെ എണീറ്റ പാഞ്ചാലി അങ്ങോട്ട് നമസ്കരിച്ചു. കൃപയാ മനാമജ. ആരാ ഇദ്ദേഹം? വാസ്തവം ഇത് ചെയ്യാൻ പാടില്ല എന്ന ഭാവത്തില് എന്നാ ഇത് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തൂടെ? കൃഷ്ണന്റെ പരീക്ഷണമാണ്. തന്റെ അർജുനന് വല്ല തെറ്റും പറ്റുമോ നോക്കണ്ടേ? തെറ്റു പറ്റാൻ അർജുനനെ ഭഗവാൻ സമ്മതിക്കില്ല. അപ്പൊ ധർമ്മത്തെ നല്ലവണ്ണം ഭഗവാൻ പരീക്ഷിച്ചു. അതാണ് ആദ്യമൊക്കെ അർജുന വധിച്ചോളൂ വധിച്ചോളൂ എന്ന് ഭഗവാൻ പറഞ്ഞ വെറുതെ അർജുനൻ വധിക്കില്ല, ധർമ്മം അറിയാം. എങ്കിലും ഇവിടെ പാഞ്ചാലി നമസ്കരിച്ചു. തന്റെ കുട്ടികളെ വധിച്ചിട്ടുള്ള അശ്വത്ഥാമാവിനെ അങ്ങോട്ട് നമസ്കരിച്ചു പാഞ്ചാലി. മഹാഭാരതത്തില് പാഞ്ചാലി ഇങ്ങനെയല്ല ചെയ്തത്. മഹാഭാരത പാഞ്ചാലി വധിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ഭാഗവതായപ്പം ഭാവമായി. ഇവിടെ കൃഷ്ണഭക്തി മാത്രമേ ഉള്ളൂ. മറ്റേ കുറച്ച് രാജസ ഗുണം കൂടിയുണ്ട്. ഇവിടെ വെറും നിർഗുണം മാത്രമേ ഉള്ളൂ. അപ്പൊ എത്രയൊക്കെ ഉള്ളതുണ്ടെങ്കിലും അത് പുറമേക്ക് വരില്ല. കൃഷ്ണൻ ഇത് വരുത്താൻ സമ്മതിക്കില്ല എന്ന ഭാവത്തിലാണ് പാഞ്ചാലി ഇത് കണ്ടോട് കൂടിയിട്ട് നമസ്കരിച്ചുകൊണ്ട് അതും വളരെ വേഗം തന്റെ കുട്ടികളെ വധിച്ചിട്ട് അശ്വത്ഥാമനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, ബന്ധനാനയനം സതി മുച്യതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. ഹേ ആര്യപുത്ര, അദ്ദേഹത്തെ വിടൂന്നാണ്. കാരണം ഇദ്ദേഹം കെട്ടാൻ പാടില്ല, അത് അഴിക്കൂന്നാ. കെട്ടഴിച്ച് അദ്ദേഹത്തെ വിടൂ. ബ്രാഹ്മണനെ വിടൂ. കാരണം ബ്രാഹ്മണോ നിതരാം ഗുരു. ബ്രാഹ്മണരെ പൊതുവെ എല്ലാവർക്കും ഗുരുനാഥന്മാരാണ്. ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തെ വിട്ടു, ബ്രാഹ്മണനെ വിട്ടുന്ന. കാരണം ഇദ്ദേഹം ആരാന്ന് ചോദിച്ചാൽ ബ്രാഹ്മണവധം നമുക്ക് പറഞ്ഞതല്ല. ക്ഷത്രിയന്മാർക്ക് ബ്രാഹ്മണവധം ബ്രാഹ്മണരോ പണ്ടൊക്കെ സഭയിൽ ഉണ്ടായിരുന്നാണ് ഭാഗവതം പറയുന്നത്. ക്ഷത്രിയന്മാർ രാജ്യം ഭരിക്കുകയാണെങ്കിലും രാജകാര്യങ്ങള് അവരെ ബ്രാഹ്മണരോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. ബ്രാഹ്മണരുടെ കയ്യിൽ നിന്ന് നികുതി വാങ്ങാൻ പ്രമാണമില്ല, അത് ചോദിച്ചേ ചെയ്യുള്ളൂ. അന്ന് ക്ഷത്രിയന്മാർ അങ്ങനെയായിരുന്നു. അവർ ബ്രാഹ്മണന്റെ അവിടെ ഉണ്ടാവും. ഇദ്ദേഹം ബ്രാഹ്മണനാണ്, അദ്ദേഹത്തെ വിടൂ, മോചിപ്പിക്കൂ എന്ന്. മാത്രമല്ല ഇദ്ദേഹത്തെ മോചിപ്പിക്കാൻ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ആരാ ചിന്തിക്കണം. സ്വരഹസ്യോ ധനുർവേദ സവിസർഗോപസംയമ അസ്ത്രഗ്രാമശ്ച ഭവത ശിക്ഷിതോ യത് അനുഗ്രഹാതെ. ശിക്ഷിക്കാൻ പാടില്ല. കാരണം ആര്യപുത്രന് വേണ്ട അസ്ത്രവിദ്യത പഠിപ്പിച്ചത് ആരാണ്? ദ്രോണാചാര്യല്ലേ വാസ്തവം. ആ ദ്രോണന്റെ പുത്രനാണ് ഈ അശ്വത്ഥാമാവ്. വേദം പറയുന്നത് അച്ഛൻ തന്നെയാണ് പുത്രനായിട്ട് വരുന്നതാണ്. ആത്മാവലി പുത്ര
ഇത് വേദാനുശാസനം ദശമസ്കന്ധം കൊടുക്കാൻ ബലരാമസ്വാമി പറയുന്നത്. ആ സൂതനെ രംഗത്ത് ഇദ്ദേഹത്തിന്റെ പുത്രനെ കൊണ്ട് നിൽക്കുണ്ടായത്. അപ്പൊ അച്ഛൻ തന്നെയാണ് മകനായിട്ട് വരുന്നത്. അദ്ദേഹം കൊണ്ട് ഇദ്ദേഹത്തെ വസിച്ചാൽ ദ്രോണാചാര്യ വധിച്ച ദോഷമില്ല, ഗുരുനാഥനെ ഗുരുഹത്യ എന്ന ദോഷമാണ് വരാൻ പോണത്. അത് ചെയ്യാൻ പാടില്ല. ഇദ്ദേഹത്തെ വിട്ടു. ശേഷ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർത്തതെ തസ്യാത്മനോർത്ഥം പത്നിയാസ്തേ നാന്വകാത് വീരസൂ കൃപി. ഇദ്ദേഹത്തിന്റെ പത്നിയാണെങ്കിൽ കൃപീദേവി ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ട്. അശ്വത്ഥാമാവിന്റെ മാതാവ് കൃപീദേവി ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരാൾ മാത്രമേ ആ അമ്മയെ രക്ഷിക്കാൻ നോക്കാനുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തെ വധിച്ചാൽ ഉണ്ടാവുന്ന ഗുരുഹത്യ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് പുത്രൻ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ പുത്രദുഃഖം എന്താണെന്ന് ഈയുള്ളവർ മനസ്സിലായി. ഇനി വേറെ ആരും ഇങ്ങനെ ദുഃഖിക്കരുത്. മാരോധീരസ്യ ജനനീ ഗൗതമീ പതിദേവത യഥാഹം സവത്സാത്ത രോധിമി അശ്രുമുഖീ മുഹു. ഇനി വേറെ ഒരു മാതാവിന്റെ കണ്ണുനീരും ഭൂമിയിൽ വിടരുത്. ഇദ്ദേഹത്തെ വധിച്ചാൽ എന്റെ കുട്ടികളൊന്നും തിരിച്ചു വരില്ല. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ദുഃഖം ഉണ്ടാവുകയല്ലേ ചെയ്യാം. രാജപുത്ര, അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ദുഃഖം വരുത്തരുത്. അദ്ദേഹത്തെ അഴിച്ചു വിട്ടു. ഇതാണ് വാസ്തവം, ധർമ്മം എന്ന് പത്നി അർജുനന് ഉപദേശിച്ചു. ഭഗവാൻ ഒക്കെ കേൾക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ മുഴുവൻ കേൾക്കുക. എല്ലാം അറിയുന്ന ആളാണ്. മുഴുവൻ ഭഗവാൻ കേൾക്കുന്നുണ്ട്. പാഞ്ചാലി എന്താ പറയാന്ന് അറിയണ്ടേ? കാരണം ഭാഗവത്തിലെ പാഞ്ചാലി ഉയർന്നു പോയില്ല. കാരണം ഭാഗവത്തിലേക്ക് വരുമ്പോൾ ഈ ഉയർച്ചയാണ്. കാരണം മനസ്സിനാണ് ഈ ഉയർച്ച ഉണ്ടാവേണ്ടത്. എന്തൊക്കെ വന്നാലും മറ്റാർക്കും ഇത്തരം ദുഃഖം ഉണ്ടാവരുത് എന്നാണ് പാഞ്ചാലിയുടെ വാർത്ത. അതാ താൻ ദുഃഖം അനുഭവിച്ചു. ഇനി വേറൊരമ്മ രോധീരസ്യ ജനനീ ഗൗതമീ പതിദേവത യഥാഹം മൃതവത്സാത്ത. എന്നെ പോലെ ഇനി ഒരു മാതാവും ദുഃഖിക്കരുത്. അദ്ദേഹത്തെ അഴിച്ചു വിടൂ എന്ന് പാഞ്ചാലി പറഞ്ഞു. യയ്യ കോപിതം ബ്രഹ്മകുലം രാജന്യൈരജിതാത്മഭി തൽകുലം പ്രദഹത്യാശു സ്വാനുബന്ധം ശുചാർപ്പിതം. അതും നന്നായി എന്തറിയാം. യയ്യ കോപിതം ബ്രഹ്മകുലം, ബ്രാഹ്മണ കുലം അങ്ങോട്ട് കോപിച്ചാൽ, ഒരു ബ്രാഹ്മണൻ കോപിച്ചാൽ ഉണ്ടാവുന്ന അവസ്ഥ മൃഗമോക്ഷത്തിൽ കോപിച്ചിട്ടൊന്നുമില്ല. എന്നിട്ടുണ്ടായ അവസ്ഥ. കാരണം ബ്രാഹ്മണര് രണ്ടുപേരും കൂടി ഇത് അവസാനം പശുവിനിട്ട് പോകുകൊണ്ട് ഓന്തായിട്ട് കേൾക്കേണ്ട. അപ്പം ബ്രാഹ്മണ കുലത്തിന് കോപം വന്നു പോയാൽ ക്ഷത്രിയ നാശായി. പരശുരാമൻ അതാ കാണിച്ചത്. ബ്രാഹ്മണ കുലത്തിന് ദോഷം വജാന് ഘട്ടം വന്നപ്പോഴാണ് 21 തലമുറയാണ് ക്ഷത്രിയന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പുറപ്പെട്ടത്. അങ്ങനെ മുഴുവൻ ഭഗവാൻ വധിക്കാൻ വേണ്ടി ഇറങ്ങിയ രംഗം അത് നാരീകാവനാണ്. ഇത് കണ്ടിട്ട് അദ്ദേഹം രാമനോ നിയമമുണ്ട്, വിവാഹം കഴിച്ച ആളുകളും വധിക്കില്ല. അപ്പൊ ഇദ്ദേഹം നാരീകാവനൻ രാമൻ വന്ന് കേട്ടാ കല്യാണം കഴിക്കാൻ പോകാം. കല്യാണം കഴിച്ചാൽ അത്രയും കല്യാണം കഴിച്ചാൽ നാരികൾ കവചമായ ആളാണ് നാരീകവചം. അങ്ങനെ കുറച്ച് ആൾക്കാരെ മാത്രമേ, മറ്റത് മുഴുവൻ രാമൻ പതിച്ചിട്ടുണ്ടപ്പോ ബ്രാഹ്മണർക്ക് ദേഷ്യം വന്നു പോയാൽ കോപിതം ബ്രഹ്മകുലം രാജന്യൈ. അത് പിന്നെ എന്താ സംഭവിക്കാതില്ല. ബ്രാഹ്മണർ കോപിച്ചാൽ അവർക്ക് വാക്കേ വേണ്ടു, ആയുധം അവർക്ക് വേണ്ട. ബ്രാഹ്മണന് വിഷമം ഉണ്ടായാൽ പറ്റില്ല. തൽക്കുലം പ്രദഹത്യാശു സ്വാനുബന്ധം ശുചാർപ്പിതം. അതുകൊണ്ട് ബ്രാഹ്മണ കുലം കോപിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. കോപിച്ചാൽ ക്ഷത്രിയ കുലം നശിക്കാൻ പോകുന്നു. കോപിക്കരുത്. അദ്ദേഹത്തെ അഴിച്ച് വിട്ടു എന്ന് പാഞ്ചാലി ആ നിയമപ്രകാരമാണ് പറഞ്ഞു ബോധ്യപ്പെടുത്തിയപ്പം ധർമ്മപുത്രൻ പറഞ്ഞു ഇതെന്നെയാണ് വാസ്തവം. ശരി, പാഞ്ചാലി പറഞ്ഞ വളരെ ശരി തന്നെയാണെന്ന്. ധർമ്മ്യം ന്യായം സകരുണം നിർവ്യണീകം സമം മഹൽ
രാജാ ധർമ്മസുതോ രാജ്ഞാ പ്രത്യന്തദ്വചോദ്വിജ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്ന് അത് ഈ ഗുണങ്ങൾ നോക്കണം. ധർമ്മ്യം, ന്യായം, സ്വകരുണം, നിർവേദീകം, സമം, ഇത്തരം ഗുണങ്ങളൊക്കെ ഉള്ള പാഞ്ചാലിയാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ടാ പറഞ്ഞ വാക്ക് വളരെ യുക്തം തന്നെയാണ് എന്ന് ധർമ്മപുത്രന് പാഞ്ചാലി പറഞ്ഞ വാക്കിനെ അഭിനന്ദിച്ച് പറഞ്ഞത് വളരെ ശരിയാണ് കേട്ടോ. അദ്ദേഹത്തെ അഴിച്ചുവിട്ട് തന്നെയാണ് വേണ്ടത് എന്ന് ധർമ്മപുത്രനോട് പറഞ്ഞു. ധർമ്മപുത്രൻ അങ്ങനെ പറഞ്ഞതോടുകൂടി നകുല സഹദേവോ ധനഞ്ജയ ഭഗവാൻ ദേവകീപുത്രോ യോഷിത. നകുലും സഹദേവനും വാസ്തവം ഇതാ കേട്ടവും വലിയേട്ടൻ പറഞ്ഞു ശരിയാണ്. പാഞ്ചാലി പറഞ്ഞ ശരിയെന്നായി. മാത്രമല്ല ധർമ്മപുത്രനും ഇതന്നെ പറഞ്ഞപ്പം ഒരു ആക്ഷേപം അവിടെ ഇല്ല. അവരും അതിനെ പ്രോത്സാഹിപ്പിച്ചു. ആ പറഞ്ഞ വളരെ ശരിയാണ്. പാഞ്ചാലിയെ വാക്കിയ നകുലനും സഹദേവനും ധർമ്മപുത്രനും അങ്ങനെ തന്നെ ആവാന്ന് അർജുനായി. പാഞ്ചാലി പറഞ്ഞ ശരി, അർജുനും അങ്ങനെ തന്നെ ആവാന്നായി. മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണനും ഭഗവാൻ ദേവകീ പുത്ര ശ്രീകൃഷ്ണനും ഇത് ശരിയാന്ന് തോന്നി. പാഞ്ചാലി പറഞ്ഞു തന്നെയാണ് വാസ്തവം ശരിയെന്ന് അർജുനനും തോന്നി, ധർമ്മപുത്രനും തോന്നി, നകുലനും സഹദേവനും ശ്രീകൃഷ്ണ ഭഗവാനും ശരിയല്ല എന്ന് പറഞ്ഞു. കാരണം ആ നിയമം ആണ് പറഞ്ഞത്, പാഞ്ചാലി പറഞ്ഞത്. ആ നിയമത്തെ പറഞ്ഞ എല്ലാവരും ആണ് അഭിനന്ദിച്ചു വാസ്തവം പാഞ്ചാലിയെന്നാണ്. തത്രാഹമർഷിതോ ഭീമ തസ്യ ശ്രേയാൻ വധ സ്മൃത നഭർത്തുന്നാത്മനശ്ചാർത്ഥേ യോഹൻ സുപ്താൻ ശിശൂൻ വൃഥ. ഭീമസേനൻ പറഞ്ഞു ഇവരൊന്നും പറയുന്നത് ശരിയല്ല, ഇവരൊന്നും പറയുന്നത് വാസ്തവം ശരിയല്ല. കാരണം ഭീമസേനന്റെ ഗതിയും കയ്യപ്പെട്ട ഭീമസേനൻ പറയുന്നത് എല്ലാവരും അനുമോദിച്ചെങ്കിൽ താൻ അനുമോദിക്കല്ല ചെയ്തതാണ്. കാരണം ഇദ്ദേഹം എന്താ ധർമ്മം ചെയ്തത്? ഉറങ്ങിക്കിടന്ന കുട്ടികളെ വധിക്കാൻ എവിടെയാ വിധിയുള്ളത്? അപ്പൊ അത് ചെയ്ത ആളെ വധിക്ക തന്നെയല്ലേ വേണ്ടത്? അദ്ദേഹം ചെയ്തത് ശരിയല്ല, അദ്ദേഹത്തെ വധിക്ക തന്നെ വേണമെന്നാണ്. അശ്വത്ഥാമാവിനെ വധിച്ചാൽ അത് അദ്ദേഹത്തിനും ശ്രേയസ്സാണ് ഭീമസേനൻ. കാരണം ഇനി ഈ ശരീരം കൊണ്ട് വേണ്ടാത്ത കർമ്മം ചെയ്യില്ല, അത് അദ്ദേഹത്തെ വധിക്കണം എന്ന് ഭീമസേനൻ. വധിക്കണ്ട എന്ന് പാഞ്ചാലി വിടണമെന്ന് പാണ്ഡവന്മാര് ബാക്കിയുള്ള ആൾക്കാരൊക്കെ പാഞ്ചാലി പക്ഷത്ത് പ്രതിപക്ഷത്ത് ഭീമസേനൻ പാടില്ല. വധിക്കണമെന്ന് മറ്റൊരു പാടില്ലാന്ന് രണ്ട് പക്ഷമായി. വധിക്കണം എന്നൊരു പക്ഷം, വധിക്കണ്ട എന്നൊരു പക്ഷം, വിടണം എന്നൊരു പക്ഷം. പാഞ്ചാലിയും കൂട്ടും വധിക്കണ്ട വിടണം എന്നാണ്, മോചിപ്പിക്കണം എന്നാണ്. ഭീമസേനൻ വധിക്കണം. ഇത് രണ്ടും കൂടി കേൾക്കേണ്ട ഭഗവാൻ കേൾക്കേണ്ട നിശമ്യ ഭീമഗതിതം ദ്രൗപദ്യാശ്ച ചതുർഭുജ ആലോച്യ വദനം സഖ്യു ഇതമാഹ ഹസന്നിവ. ഭഗവാനാണ് കേൾക്കാൻ ചോദിച്ചു. ഭഗവാൻ ഇതമാഹ ഹസന്നിവ. ഭഗവാന്റെ പുഞ്ചിരി കൃഷ്ണാവതാരത്തിൽ ഭഗവാന്റെ ഏറ്റവും വലിയ ആയുധമുണ്ട്. ശംഖും ചക്രമൊന്നുമല്ല ഭഗവാന്റെ ആയുധം. ഏറ്റവും വലിയ ഭഗവാന്റെ ആയുധം ഭഗവാന്റെ പുഞ്ചിരി. ഏതൊരാളെയും മയക്കാൻ പറ്റിയതാണ് ഭഗവാന്റെ പുഞ്ചിരി. ഭഗവാന്റെ പുഞ്ചിരി മായ ഹസിതഞ്ച മായ. ഭഗവാന്റെ പുഞ്ചിരിയാണ് മായ. പുഞ്ചിരി രണ്ട് ഭാവമുണ്ട്. ഒന്ന് സാധാരണക്കാർക്ക് ഭഗവാന്റെ പുഞ്ചിരി മായയാണെങ്കിൽ ഭക്തന്മാർക്ക് ഭഗവാന്റെ പുഞ്ചിരി ഹാസം ഹരേരവനതാഹിര ലോക തീവ്ര ശോകാശ്രുസാഗര വിശോഷണം. അത്യുദാഹരണം. ശോകങ്ങളുടെ അശ്രുസാഗരങ്ങൾ ഉണ്ടെങ്കിലും ഗുരുവായൂരപ്പന്റെ പുഞ്ചിരി ഒന്നങ്ങട് കണ്ടാൽ അസുരന് പറയാറുണ്ട്, ഗുരുവായൂരിന്റെ പുഞ്ചിരി അധികം ആൾക്കാരൊന്നും കാണാറില്ല, കാണാൻ പറ്റാതില്ല. കാരണം കണ്ണെന്ന് കാണാൻ ഇഷ്ടമില്ല. നമ്മള് അമ്പലത്തിൽ പോവായിട്ടല്ല, അമ്പലത്തിന് മുന്നിൽ പോയിട്ട് ഭഗവാന്റെ തിരുമുഖത്തേക്ക് അത് നോക്കുമ്പോഴേ കണ്ണടയുന്നു. കണ്ണടഞ്ഞു പോവാ. കണ്ണിന് ഇഷ്ടമില്ല, കണ്ണിന് വേണ്ടാത്ത കാണാനാണ്. എപ്പോഴെങ്കിലും കണ്ടുപോയാൽ പിന്നെ ദുഃഖമില്ലാത്ത ആനന്ദത്തിൽ ലയിക്കാന്ന് കാണിക്കുന്ന ഭഗവാന്റെ പുഞ്ചിരി. ഇവിടെ ഭഗവാൻ മായ പ്രയോഗിക്കുന്നു. ഭഗവാന്റെ പുഞ്ചിരി പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു,
ഞാൻ പറയാം ഭീമേട്ട എന്നിട്ട് ആവാൻ വന്നു. ഇത് കേട്ടോളുന്ന ബ്രഹ്മബന്ധുന്ന ഹന്തവ്യ ആദതായി വധാരിഹണ മയൈവോഭയമാംനാദം പരിപാഹി അനുശാസനം. ഞാൻ പറയുന്നത് ചെയ്തോളുന്നാണ്. ബ്രാഹ്മണ ബന്ധുവായാൽ പോലും വധിക്കാൻ പാടില്ല. ബ്രഹ്മബന്ധുന്ന ഹന്തവ്യ വധിക്കാൻ പാടില്ല. ബ്രാഹ്മണ ബന്ധുവായാൽ പോലും വധിക്കാൻ പാടില്ല. വിട്ടോളുന്ന ബ്രാഹ്മണാതിക്രമത്തിന് എന്റെ കൈയങ്ങട് പൊങ്ങിയാൽ പ്രതികൂല വനിത എന്റെ കൈയാണ് പൊങ്ങിയാൽ ആ കയ്യ പോലും ഞാൻ വെട്ടുന്ന ഭഗവാന്റെ വാക്ക്. അതുകൊണ്ട് ബ്രാഹ്മണാതിക്രമം പാടില്ല. അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പാടില്ല, വധിക്കാൻ പാടില്ല. പിന്നെ ആദതായി വധാരിഹണം. ആയുധം എടുത്ത് ആര് ദുഷ്കർമ്മം ചെയ്താലും അദ്ദേഹത്തെ ശിക്ഷിക്കാം. ആരായാലും ശിക്ഷിക്കാം. ബ്രാഹ്മണനെ ശിക്ഷിക്കാൻ പാടില്ല, ഭഗവാനെ ബ്രാഹ്മണനെ ശിക്ഷിക്കാം. കാരണം അശ്വത്ഥാമാവിനെ വധിക്കണം, വധിക്കണ്ട, രണ്ടും ഭഗവാൻ. അർജുന അദ്ദേഹത്തെ വധിച്ചോളൂ, അർജുന അദ്ദേഹത്തെ വധിക്കണ്ട. ഇപ്പൊ കൂടുതൽ സംശയം രണ്ടു മറ്റോരൊക്കെ ഓരോന്നേ കണ്ടു. ഒന്നുപോലും വധിക്കണം അല്ലെങ്കിൽ വധിക്കണ്ട. ഇവിടെ വധിക്കണം, വധിക്കണ്ട, രണ്ടും ഭഗവാൻ. ബ്രഹ്മബന്ധുർണഹന്തവ്യമൈവോഭയമാംനാദം പരിപാഹി അനുശാസനം. വേദത്തില് ഞാൻ പാടുന്നതാണ്. വേദ ഭഗവാന്റെ പ്രമാണം വേദത്തിൽ ഞാൻ പറഞ്ഞത്. മയൈവോഭയമാംനാദം വേദത്തിൽ ഞാൻ പറഞ്ഞത്. ചെയ്തോളൂ, ബ്രാഹ്മണനെ വധിക്കണ്ട, വധിച്ചോളൂ. ഒരു പ്രതിശ്രുതം സത്യം യത്തൽ സാന്ത്വയതാ പ്രിയം പ്രിയഞ്ച ഭീമസേനസ്യ പാഞ്ചാല്യാ മഹ്യം പാഞ്ചാല്യാ മഹ്യമേവച. ഈ പറഞ്ഞ വാക്കൊക്കെ ശരിയാണ്. കാരണം പുത്രദുഃഖത്തില് പാഞ്ചാലി പറഞ്ഞ വാക്ക് വളരെ ശരിയാണ്. വാസ്തവം ആദ്യം പറഞ്ഞത് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, പിന്നെ പാഞ്ചാലി ഇത് കണ്ടപ്പം പറഞ്ഞു, അതും വളരെ ശരിയാണ്. വിടാൻ പറഞ്ഞതും ശരിയാണ്, ഭീമേനൻ പറഞ്ഞതും വളരെ ശരിയാണ്. അതുകൊണ്ട് ഭീമന്റെ വാക്കും പാലിക്കണം, പാഞ്ചാലിയുടെ വാക്കും പാലിക്കണം. ഞാൻ പറഞ്ഞത് ചെയ്തോളൂ, എന്റെ വാക്ക് പാലിച്ചോളൂ. അർജുന ശ്രേയസ് ഉണ്ടാവുന്ന ഭഗവാൻ അർജുനെ ബോധ്യപ്പെടുത്തി. അർജുന സഹസാജ്ഞായ ഹരേർഹാന്തമധാസിന മണിഞ്ജഹാരമൂർധന്യം ദ്വിജസ്യ സഹമൂർധയം. എന്നാൽ ഇതറിയാവുന്ന ഭഗവാന്റെ വാക്കിനെ അറിയാവുന്ന അർജുനൻ അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ അർജുന സഹസാജ്ഞായ ഹരേർഹാന്തമധാസിന മണിഞ്ജഹാരമൂർധന്യം ദ്വിജസ്യ സഹമൂർധയം. തന്റെ ആയുധം കൊണ്ട് അശ്വത്ഥാമാവിന്റെ ശിരസ്സിൽ ശോഭിക്കുന്ന ആ രത്നത്തെ വെക്കുന്ന, അതും മുടിയോടുകൂടി ബ്രാഹ്മണന്റെ കുടുമ വെട്ടിക്കളഞ്ഞു. മുടിയോടുകൂടി ആ രത്നത്തെ എടുത്തു. വിമുച്ചരശനാബദ്ധം ബാലഹത്യാഹതപ്രഭം തേജസാമണിരാഹീനം ശിബിരാന്തിരയാവയൽ. കാരണം ബ്രാഹ്മണവധം എന്ന് പറഞ്ഞാൽ ശരീരവധമല്ല, തേജസ്സിനെ അപഹരിക്കുക. ബ്രാഹ്മണർക്ക് കുടുംബ മുറിച്ചാൽ ബ്രാഹ്മണൻ പകുതി പൊയ്ക്കുന്നത് ഭാവത്തിലാണ്. ആ തേജസ്സോടുകൂടി ബ്രാഹ്മണ തേജസ് നിങ്ങൾ അപഹരിച്ചെടുത്ത അദ്ദേഹത്തെ സഭയെന്നും പിടിച്ച പുറത്തേക്കാക്കി. ഇങ്ങനെയാണ് ബ്രാഹ്മണവധം എന്ന് കാണിച്ച് വവനന്ദ്ര വീണാദാനം സ്ഥാനം നിര്യാപണം തഥാ ഏഷ ഹി ബ്രഹ്മബന്ധൂനം വധോ നാന്യോസ്തി ദൈഹിക. ബ്രാഹ്മണവധം എന്ന് വെച്ചാൽ വധോ നാന്യോസ്തി ദൈഹിക. ദൈഹിക വധമല്ല ചെയ്യേണ്ടത്, തേജസ്വിനെയാണ് വധിക്കേണ്ടതെന്ന് ഭാവത്തില് ഭഗവാൻ പറഞ്ഞത് കേട്ട് ബ്രാഹ്മണന്റെ കുടുംബം മുറിച്ചു. അദ്ദേഹത്തിന്റെ ധനങ്ങളൊക്കെ സ്വീകരിച്ചു. അദ്ദേഹത്തെ സ്ഥാനത്തും പിടിച്ച് പുറത്തേക്കാക്കി. ഇങ്ങനെയാണ് ബ്രാഹ്മണവധം എന്ന് വെച്ചാൽ ബ്രാഹ്മണനെ അധവനാക്കി തീർത്തു. കുടുംബം മുറിച്ച് ബ്രാഹ്മണനെ പിടിച്ച് പുറത്തേക്കാക്കി, ബ്രാഹ്മണ അധവനാക്കി മാറ്റി. കുട്ടികൾക്ക് വേണ്ട ശേഷക്രിയകളൊക്കെ പുത്രശോക സർവേ പാണ്ഡവാസ കൃഷ്ണയാ സ്വാനാമൃതാനാം നിത്യൽ ചക്രം കൃത്യം ചക്രം നിർഹരണാധികം. കുട്ടികൾക്ക് വേണ്ട
സംസ്കാരാദി കർമ്മങ്ങളൊക്കെ ഇതിനു ശേഷമാണ് അദ്ദേഹത്തെ പിടിച്ച് പുറത്തേക്കാക്കിയിട്ട് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു എന്ന് ഭാഗവതം. ഇനി ആ വംശത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉത്തരാഗർഭത്തിക്കും ബ്രഹ്മാസ്ത്രം അയക്കുന്ന ഭാഗമാണ് വായിച്ചു വെച്ചത്. കുറച്ചുകൂടി വായിച്ചിട്ട് കണ്ടിരിക്കും. സർവത്ര ഗോവിന്ദനാമ സംഗീതം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഗുരുവായൂരപ്പ. ഭാഗവതത്തിന്റെ മഹത്വം, ശ്രീ ഗുരുവായൂരപ്പന്റെ മഹത്വം, ഇത് രണ്ടും ഒന്നാണ്. ഒന്നും അതിനെ പറ്റിയിട്ട് പറയാൻ പറ്റില്ല. തൊട്ട് ഏതാനും നിമിഷം മുമ്പേ ഫേസ്ബുക്കിലാണ് നമ്മൾ ഈ ഭാഗവതം പ്രചരിക്കുന്നത്. എനിക്ക് ഫേസ്ബുക്ക് ഇല്ല, ഇത് യൂട്യൂബിൽ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാനപ്പോൾ പറഞ്ഞു എനിക്ക് ഈ രണ്ടും അറിയില്ല എന്നുള്ള അർത്ഥത്തിൽ ഞാനത് പറഞ്ഞു. എന്തായാലും അവരുടെ ആവശ്യം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ ആ ആവശ്യം ഇതിനോട് ബന്ധപ്പെട്ട രീതിയിൽ, അതായത് നമ്മൾ ഈ ഓൺലൈനിൽ അതിനെയിട്ടൊന്ന് അറിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കത് ഏറ്റെടുത്ത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടൊരു മഹാത്മാവ് എനിക്ക് വിവരം തന്നു. ഇപ്പം വേറൊരാൾ അത് യൂട്യൂബിലേക്ക് ആക്കട്ടെ എന്ന് ചോദിച്ചു. വെങ്ങേരിയുടെ ഭാഗവതം, ഗുരുവായൂരപ്പന്റെ ഭാഗവതം, പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് സമർത്ഥിച്ച ഭാഗവതം ഒരു പക്ഷേ അധികം താമസമില്ലാതെ കൊണ്ട് ഈ രാമേന്ദ്ര ഭാഗവതത്തോടു കൂടി അത് യൂട്യൂബിൽ എത്താനുള്ള സാധ്യത കൂടി ഉണ്ട് എന്ന് പറയട്ടെ. ഓരോ വർഷത്തെ ഭാഗവതം കഴിയുമ്പോഴും അത് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ശ്രീ ഗുരുവായൂരപ്പന്റെ ശ്രീപാദം വരെ ഉയരുന്ന ആ അവസ്ഥയാണ് കാണുന്നത് എന്ന് വളരെ വിനയത്തോടുകൂടി, നമസ്കാരത്തോടുകൂടി എല്ലാ ഭക്തജനങ്ങളുടെയും മുമ്പിൽ അറിയിക്കട്ടെ. അടുത്ത അധ്യായം വായിക്കാം. ഹരേ ഗുരുവായൂരപ്പ. അഥ ഏകാദശോധ്യായ. സൂത ഉവാച. ആനർത്താൻ സൗഭവ്രജ്യ ശ്രുദ്ധാൻ ജനപദാൻ സുഖാൻ ദദ്മൗദരവരം തേഷാം വിഷാദം ശമയന്നിവ സൗച്ചകാശേധവളോദരോദരോപ്യുരുക്രമസ്യാധരശോണശോണിമാ ദാദ്മായമാനക്കരകഞ്ചസംഭുരേ യഥാബ്ജഷണ്ഡേ കളഹം സൗൽസ്വനാം തമുപശ്രുത്യ നിനദം ജഗദ്ഭയവയാവഹം പ്രത്യുദ്യയ പ്രജാ സർവാ ഭർതൃദർശനലാലസാ തത്രോവനീതബലയോരവേർദീപമിവാധൃതാം ആത്മാരാമം പൂർണ്ണകാമം നിജലാഭേന നിത്യജാം പ്രീത്യുത്ഫുല്ലമുഖാ പ്രോജോഹർഷഗദ്ഗതയാ ഗിരാ പിതരം സർവസുഹൃതം അവിതാരമിവാർഭഗാ നതാസ്മദേ നാഥ സദാംഘ്രിപങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രമന്ദിരം പരായണം ക്ഷേമമിഹേച്ഛതാം പരം നയത്ര കാലപ്രഭവേൽ പരപ്രഭോ. ഭവായനത്വം ഭവ വിശ്വഭാവനത്വമേവ മാതാർദ്ധസുഹൃത്പതിപ്പിതാ ത്വം സദ്ഗുരുർന പരമം ച ദൈവതം യസ്യാനുവൃത്യാ കൃതിനോ ബഭൂവിമാം അഹോ സനാഥാ ഭവതാസ്മയദ്വയം ത്രൈവിഷ്ടവാനാമപി ദൂരദർശനം പ്രേമസ്മിതസ്നിഗ്ധനിരീക്ഷണാനനം പശ്യേമ രൂപം തവ സർവസൗഭഗം യർഹ്യംബുജാക്ഷാപസസാരഭോ ഭവാൻ ഗുരുന്മധൂന്വാധ സുഹൃദ്ദിദൃക്ഷയാ തത്രാപ്തകോടിപ്രതിമക്ഷണോ ഭവേ രവിം വിനാക്ഷ്ണോരിവ നസ്തവാച്യുതാ ഇതി ചോദീരിതാവാച പ്രജാനാം ഭക്തവത്സലാം
ശൃണ്വാനോനുഗ്രഹം ദൃഷ്ട്യാ വിതന്വൻ പ്രാവിശൽപുരേ മധുഭോജദശാർഹാർഹകുപുരാന്ധകവൃഷ്ണിഭി ആത്മതുല്യബലേർഗുപ്താം നാഗേർഭോഗവതീമിവ സർവർത്തോ സർവവിഭവ പുണ്യവൃക്ഷലതാശ്രമേ ഉദ്യാനോപവനാരാമേർ വ്രതപത്മാകരശ്രിയം ഗോപുരദ്വാരമാർഗേഷോ കൃതകൗതുകതോരണാം ചിത്രധ്വജപതാകാഗ്രേർ അന്തപ്രതിഹതാതപാം സമ്മാർജിതമഹാമാർഗരഥ്യാപണഗതത്വരാം ശിഖ്രാം ഗന്ധജലേരുപദാം ഫലപുഷ്പാക്ഷതാംകുരേ ദ്വാരേ ദ്വാരെ ഗൃഹാണാം ചാദധ്യക്ഷതഫലേക്ഷുഭേ അലങ്കൃതാം പൂർണ്ണകുംഭേർബലിഭിർധൂപദീപകേ നിശമ്യ പ്രേഷ്ഠമായാന്തം വസുദേവോ മഹാമനാം അക്രൂരശ്ചോഗ്രസേനശ്ച രാമശ്ചാദ്ഭുതവിക്രമാം പ്രദ്യുമ്നശ്ചാരുദേഷ്ണശ്ച സംഭോജാംബുപദീസുധാ പ്രഹർഷവേഗോച്ഛ്വസിത ശയനാസനഭോജനാം വാരണേന്ദ്രം പുരസ്കൃത്യ ബ്രാഹ്മണേ സസുമംഗളേ ശങ്കദൂര്യനിരാദേന ബ്രഹ്മഘോഷേണ ചാതൃത പ്രത്യുജ്ജഗ്മോ ജഗദേർഹൃഷ്ട നയാഗതസാത്വസാ വാരമുഖ്യാശ്ച ശതശോശനേസ്തദ്ദർശനോത്സുക ലസൽകുണ്ടലനിർഭാതകപോലപദനശ്രിയ നടനർത്തകഗന്ധർവാസൂതമാഗതവന്ദിന ഗായന്തി ചോത്തമശ്ലോകചൈതാന്യദ്ഭുതാനി ച ഭഗവാംസ്തത്ര ബന്ധൂനാം പൗരാണാമനുവർത്തിനാം യഥാ വിദ്യുവസംഗമ്യ സർവേഷാം മാനമാദരേ പ്രഹ്വാഭിവാദനാശ്ലേഷകരസ്പർശസ്മിലക്ഷണേ ആശ്വാസ്യ ചാശ്വഭാഗേഭ്യോ പരേശ്ചാഭിമതേർവിഭോ സ്വയം ച ഗുരുവേർവിപ്രേ സദാരേ സ്ഥവിരേരവേ ആശീർഭിർയുജ്യമാനോന്യേർവന്ദിഭിശ്ചാവിശൽപുരം രാജമാർഗം ഗതേ കൃഷ്ണേ ദ്വാരകായാകുലശ്രിയ ഹർമ്യാന്യാരുരുഹുർവിപ്രാ തദീക്ഷണ മഹോത്സവാ നിത്യം നിരീക്ഷമാണാനാം ജിതവിദ്വാരവസാം നൈവ തൃപ്യന്തി ദൃശ ശ്രിയോ ധാമംഗമച്യുതം ഗുരുവായൂരപ്പ ശ്രിയോ നിവാസോ യസ്യോരപ്പാനപാത്രം മുഖം ദൃശാം ബാഹവോ ലോകപാലാനാം സാരംഗാണാം പദാംബുജം സിദ്ധാരപത്രവ്യജനൈരുവസ്കൃതപ്രസൂനവർഷൈരഭിവർഷിതപദേ പിശങ്കവാസാ വനമാലയാ ബഭോ ഘനോയദാർക്കോടുപചാപവൈദ്യുതേ പ്രവിഷ്ടസ്തു ഗൃഹം പിത്रो പരിഷ്വക്തസ്വ മാതൃഭിः ഭവന്തേ ശിരസാ സപ്തദേവകീ പ്രമുഖാമുദാ താ പുത്രമംഗമാരോപ്യ സ്നേഹസ്തുതവയോധരാ ഹർഷവികുലിതാത്മാന ശിശിജോർനേത്രദേർജലേ തഥാ വിശൽസുവനം സർവകാമമനുത്തമം പ്രാസാദായത്ര പത്നീനാം സഹസ്രാണി ച ഷോഡശ പത്ന്യപരിം പ്രോഷ്യ ഗൃഹാനുപാഗതം വിലോക്യ സംജാതമനോ മഹോത്സവാ ഉത്തസ്തുരാരാൽ സഹസാസനാശയാൽ സാഗമ്രതേർവ്രീഡിതലോചനാനന തമാത്മജേർദൃഷ്ടിവിരന്തരാത്മനാ ദുരന്തഭാവാപരിലേഭിരേപതിം നിരുദ്ധമപ്യാസ്രവദംബുനേത്രയോർ വിലജ്ജരീനാം ഭൃഗുവര്യവൈക്ലവാദ് യദ്യപ്യസൗ പാർശ്വഗതോരഹോ ഗതസ്തദാ വിനസ്യാന്ധിയുഗം നവം നവം പദേ പദേ കാവിരമേതൽപദാച്ചലാമി യത്രേർന്ന ജഹാദികർഹിജിൽ ഏവം നൃണാം ചിരിവത് ഏവം നൃപാണാം ചിരിവാരജന്മനാമക്ഷൗഹിണേ വിപരിവർത്തതേജസാം വിധായ വൈരം ശ്വസനോ യഥാനനം വിധോ വധേനോ വരദോ നിരായുധ സ ഏഷ നരലോകേസ്മിന്നവതീർണ സ്വമായയാ രേമേ ശ്രീരത്നകൂടസ്ഥോ ഭഗവാൻ പ്രാകൃതോ യഥാ ഉദ്ദാമഭാവവിശുനാമലവദ്ഗുഹാസവ്രീഡാവലോകനിഹതോ മദനോ വിയാസാ സംമുഖ്യ ചാപമജഹാൽ പ്രമദോത്തമാസ്താ യസ്യേന്ദ്രിയം വിമലിതും ഭഗൈർനശേകോ ഗുരുവായൂരപ്പ തമയം മന്യതേ ലോകോ ഹ്യസംഗമപി സംഗിനം ആത്മൗപമ്യേന മനുഷ്യം യാബ്രണ്വാനാം യതോ ബുധാം വേദദീശനമീശസ്യ പ്രകൃതിസ്ഥോ വിദഗുണേ ന യുജ്യതേ സദാത്മസ്ഥൈർയഥാ ബുദ്ധിസ്തദാശ്രയാ തം മേ നിരേബലാമൂഢ ശ്രൈണം ജാനുമൃതം രഹ അപ്രമാണവിദോ ഭർത്തുരീശ്വരം മതയോ യഥാ ശ്രീകൃഷ്ണായ നമഃ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷിയോപാഖ്യാനേ ശ്രീകൃഷ്ണദ്വാരകാപ്രവേശോ നാമ ഏകാദശോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ അധ്യായം വായിച്ചപ്പോ ഇതിന്റെ ഇടയിൽ ഒരു ശ്ലോകം തലയിൽ വിട്ടു. നതാസ്മതേ നാഥ സദാംഗ്രി പങ്കജം. ഈ ഒരു വരി വെങ്ങേരി ഒരു വേദിയിൽ വളരെ ഭംഗിയായി ഒരു 2 മണിക്കൂർ നേരം വ്യാഖ്യാനിച്ചൊരു പദമാണ്. ഗുരുവായൂരപ്പനോട് അങ്ങാണ്
എൻ്റെ നാഥൻ അല്ലെങ്കിൽ ഞങ്ങളുടെ നാഥൻ എന്ന് പറയാറാവാൻ തന്നെ ഒരുപാട് ഒരുപാട് ജന്മങ്ങൾ അനുഭവിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം ആഞ്ഞം കൃഷ്ണൻ നമ്പൂരി ഒരു നാമജപ വേദിയിലേക്ക് വന്നതാണ്. ഒരു ഇല്ലത്തെ കീഴ് താമസമാണ്. അപ്പം അദ്ദേഹത്തിനോട് ആണ് ആ ഒരു ഇല്ലക്കാർ പറഞ്ഞത്, അങ്ങയുടെ വല്ല തിരുനാമത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും കുറച്ച് സമയം ഒന്ന് കേൾക്കണം എന്ന് മോഹമുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, അതെ വേങ്ങയിൽ ഇവിടെ ഇരിക്കുന്നോർത്ത് ഞാനല്ല നാമജപത്തിനെ പറ്റിയിട്ട് പറയാൻ നല്ലത്, അതുകൊണ്ട് ഞാൻ പറയണതൊക്കെ വേങ്ങേരി പറഞ്ഞോളൂ, അതുകൊണ്ട് വേങ്ങേരി എന്താ പറഞ്ഞോളൂ. അപ്പൊ അദ്ദേഹം വേങ്ങേരി പറഞ്ഞു, ആഞ്ഞം പറഞ്ഞു വേങ്ങേരി പറയൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേങ്ങേരി ഇതാണ് പറഞ്ഞത്. ഈ ഒരു വലിയ ചൊല്ലിയുള്ളൂ, നതാസ്മതേ നാഥപദ സദാഘ്രി പങ്കജം എന്നൊരു വലിയ ചൊല്ലിയിട്ട് ഗുരുവായൂരപ്പനോട് അങ്ങയുടെ പാദമാണ് ഞങ്ങൾക്ക് ആശ്രയം എന്ന് പറയാറാവണമെന്നുണ്ടെങ്കിൽ എത്ര 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 ജന്മങ്ങള് ഭഗവാന്റെ അനുഗ്രഹം നേടാൻ സാധിച്ചിട്ടുണ്ടാവണം ഗുരുവായൂരപ്പ എന്ന് ചോദിച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. 2 ചില്ലാനം മണിക്കൂർ നേരം ആ വേദിയിലുണ്ടായിരുന്ന, ഇതൊരു വലിയ വേദിയും സ്റ്റേജൊന്നും അല്ല പറഞ്ഞത്, ഒരു ഇല്ലത്തെ ഒരു ചെറിയ ഭൂമത്തെ കഥയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ സമയം മുഴുവൻ അതൊരു ആനന്ദത്തിന്റെ അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നൊക്കെ എല്ലാവർക്കും. എന്തായാലും ഈ ഭാഗവത വേദി ഇങ്ങനെ പുല്ലൂർമണ രാമേട്ടന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഭാഗവതമായിട്ട് ഒഴുകുമ്പോഴേ എല്ലാവർക്കും ഭാഗവതത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ പ്രാർത്ഥിക്കാം ഗുരുവായൂരപ്പനോട്. ഹരേ ഗുരുവായൂരപ്പ. ഗോവിന്ദ ഗോവിന്ദ. അശ്വത്ഥാമാവിനെ അങ്ങനെ പറഞ്ഞു വധിക്കണ്ടെന്നും 2 വർഷമായി അവസാനം ശിരോവധം ചെയ്ത് സഭയെന്നും പുറത്തേക്കാക്കി കുട്ടികൾക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് ശേഷക്രിയ മുഴുവൻ ചെയ്യാൻ വേണ്ടിയിട്ട് അധതേ സംഭരേതാനാം സ്വാനാം ഉദകമിക്ഷതാം ധാതും സകൃഷ്ണാജംഗായാം പുരസ്കൃത്യ യയുസ്ത്രീയ. ഗംഗയിലേക്കാണ് ഉദകക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട്, അതും സകൃഷ്ണാദ ഭഗവാനോട് കൂടി അവർ പോയി. ഗംഗയിലേക്കാണ് ഉദകക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് ധാതും സകൃഷ്ണ ഗംഗായം പുരസ്കൃത്യ യയുസ്ത്രീയ. സ്ത്രീകളെ മുന്നിൽ നിർത്തിയിട്ടാണ്. നമ്മളൊന്നും സ്ത്രീകളെ ചില കർമ്മ കൊണ്ടുപോകാറില്ല. സ്ത്രീകളെ മുന്നിൽ നിർത്തിയിട്ടാണ് ഈ ഉദയക്രിയ ചെയ്യാൻ വേണ്ടി ഭഗവാനോട് കൂടി ഈ ആൾക്കാരൊക്കെ പോയി അവിടെ പോയി വേണ്ട പോലെ കർമ്മം ചെയ്തു. നത്തേനീയോദകം സർവേ വിരപ്യ ച ഭൃശം പുന ആപ്ലുത ഹരിപാദപ്യ രജപൂതസരിജലേ. നമ്മളും ഈ സന്ദർഭത്തില് ആപ്ലുത ഹരിപാദപ്യ രജപൂതസരിജലേ ആ ഗംഗയില് അങ്ങോട്ട് മുങ്ങ. ആപ്ലുത ഹരിപാദാബ്ജ. എങ്ങനെയുള്ള ഗംഗയാണ്? ഹരിപാദാബ്ജ രജപൂത. ഹരിയുടെ പാദത്തില് പൊടി വീണ് ശുദ്ധി വന്ന ഗംഗയിലാണ്. ശ്രീഹരിയുടെ പാദത്തില് പൊടി വീണ് ശുദ്ധി വന്ന ഗംഗയില് അങ്ങോട്ട് മുങ്ങി അവര് ആപ്ലുത അങ്ങോട്ട് മുങ്ങിയിട്ടാണ് അവർ മുങ്ങ കഴിഞ്ഞിട്ട് വീണ്ടും പൊങ്ങി വന്നിട്ട് ശ്രീകൃഷ്ണ പാദത്തിലാണ് നമസ്കരിച്ചവര്. വിലപ്യ ച ഭൃശം പുന. ശ്രീകൃഷ്ണ പാദത്തിലാണ് നമസ്കരിച്ച് വീണ്ടും ആപ്ലുത ഹരിപാദപ്യ ഭഗവാന്റെ പാദത്തിലാണ് നമസ്കരിച്ച് വീണ്ടും അത് പോയിട്ട് ഗംഗയിൽ പോയിട്ട് അങ്ങനെ ഈ സന്ദർഭത്തിലൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ഗംഗയിൽ പോയിട്ട് അവിടെ പോയിട്ട് പറ്റിങ്ങി മുങ്ങാം. അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ മനസ്സുകൊണ്ട് എല്ലാ ശുദ്ധിയും തരുന്നതാണ് ഗംഗാദേവി. മാത്രമല്ല ശ്രീകൃഷ്ണ ഭഗവാനോട് കൂടിയാണ് ഇവിടെ മുങ്ങുന്നത്. ശ്രീകൃഷ്ണനും ഗംഗയാണ്, ഗംഗ ശ്രീകൃഷ്ണനുമാണ്. ഏതായാലും കൃഷ്ണനോട് കൂടി ഗംഗയിലിറങ്ങി അവിടെ മുങ്ങാൻ സാധിച്ചു. അങ്ങനെ മുങ്ങലോ കഴിഞ്ഞിട്ട് തത്രാസീനം കുരുപതിം ധൃതരാഷ്ട്രം സഹാനുജം ഗാന്ധാരീം പുത്രശോകാർത്താം പൃഥാം കൃഷ്ണാം ച മാധവ സാന്ത്വയാമാസ. ഭഗവാൻ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നുണ്ട്. എല്ലാവരെയും ഭഗവാൻ അവിടെ ഇരുന്നു കൊണ്ട് എല്ലാവരെയും ഭഗവാൻ ആശ്വസിച്ചു. അതും തത്രാസീനം കുരുപതിയും ധൃതരാഷ്ട്രം. ധൃതരാഷ്ട്രാണ്
അവർക്ക് രാജാവ് രാഷ്ട്ര മഹാരാജാവിനെയും അതുപോലെ അനുജനായ പാണ്ഡുവിനെയും ഗാന്ധാരിയെയും ഇവരൊക്കെ ദുഃഖം കൊണ്ട് നിൽക്കുന്നതായി ദുഃഖാക്കാലം മുഴുവൻ ഗാന്ധാരിയും പ്രഭാം കൃഷ്ണാം ച മാധവ ഗാന്ധാരിയെയും കുന്തിയെയും പാഞ്ചാലിയെയും എല്ലാവരെയും ഭഗവാൻ അത് ആശ്വസിപ്പിച്ചു. എല്ലാവരെയും ആശ്വസിപ്പിച്ച് മുനിഭി ഹതബന്ധുൻ ശുചാർപ്പിതാൻ ഭൂതേഷു കാലസ്യ ഗതിം ദർശയൻ അപ്രതിക്രിയം. ഭഗവാൻ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ഇതൊക്കെ വാസ്തവം കാലത്തിന്റെ ഗതിയാണ് കേട്ടോ. ഇതൊന്നും നമ്മളാരും ഉണ്ടാക്കുന്നതല്ല. ഇതെല്ലാം കാലസ്വരൂപിയായ ഈശ്വരന്റെ ഇച്ഛ എന്താണോ അതേ ലോകത്തിന് സംഭവിക്കുള്ളൂ. നമ്മളൊന്നും അല്ല വാസ്തവം. ആരെയും രക്ഷിക്കുന്നതും നമ്മളല്ല, ആരെയും ശിക്ഷിക്കുന്നതും നമ്മളല്ല. ഒക്കെ ഈശ്വരന്റെ ഇച്ഛ എന്താണോ, കാലത്തിന്റെ ഗതി എന്താണോ അതാണ് എല്ലാവർക്കും സംഭവം. ഇന്ന കാലം ജീവിക്കണം, ഇന്ന കർമ്മങ്ങൾ ചെയ്യണം, ഇന്ന സമയത്ത് ശരീരം ഉപേക്ഷണമൊക്കെ മുൻകൂട്ടി ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം നിശ്ചയിച്ചതൊക്കെ ഭഗവാൻ ഇച്ഛയാണ് എന്ന് ഭഗവാൻ തന്നെ അവരെ സമാധാനിപ്പിച്ചു എന്നാണ്. എല്ലാവരെയും കുന്തിദേവിയെ, ഗാന്ധാരിയെ, പാഞ്ചാലിയെ എല്ലാവരെയും സമാധാനിപ്പിച്ച് സാധയിത്വ അജാതശത്രോഃ സ്വം രാജ്യം ചിതവൈർഹൃതം ഘാതയിത്വ അസതോ രാജ്ഞ കജസ്പരിഷക്ഷതായുഷ. അജാതശത്രുവായ ധർമ്മപുത്രർക്ക് വേണ്ടതൊക്കെ കൊടുത്തു. കാരണം മറ്റുള്ള ആൾക്കാരെ ചിതവൈർഹൃത ചതിയിൽ കൂടിയിട്ടാണ്, കള്ളച്ചൂതിൽ കൂടിയാണ് രാജ്യത്തെ അവരെ തട്ടി മേടിച്ചത് കൗരവന്മാര്. ഇതിൽ അവരെ പുറത്താക്കിയതാണ്. അവർ തിരിച്ചതൊക്കെ വാങ്ങിയിട്ട് ഭഗവാൻ പാണ്ഡവാദികളുടെ കയ്യിൽ കൊടുത്ത അമൃത മഹാരാജാവിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത് ഘാതയിത്വ അസതോ രാജ്ഞ പരിഷക്ഷതായുഷ. ഇങ്ങനെ വരാനുള്ള കാരണം പാഞ്ചാലിയുടെ മുടിയെ കടന്നു പിടിച്ചു. ഇതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചു. പതിനഞ്ചാം അധ്യായം വീണ്ടും പറയാൻ പോകുന്നത്. പാഞ്ചാലിയുടെ മുടി കടന്ന് പിടിച്ച് അവമാനിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് ഇതൊക്കെ വാസ്തവം ഉണ്ടായതെങ്കിൽ അതൊന്നൊക്കെ മോചിപ്പിച്ച് ധർമ്മപുത്രാദിക്കൊക്കെ രാജ്യം തിരിച്ചങ്ങനെ കൊടുത്തു. പിന്നെ ഭഗവാൻ താൻ നിമിത്തമാക്കിയിട്ട് താൻ കാരണം ആണെന്ന് വിചാരിക്കുക. ഭഗവാൻ ഭീമസേനെ കൊണ്ടും അർജുനനെ കൊണ്ടും അസംഖ്യം ആൾക്കാരെ ഭഗവാൻ വധിപ്പിച്ചു. ശക്തി വധിച്ച അവരൊന്നും അല്ല. കാരണം ഭഗവാൻ ഇച്ഛയാണ് ഗീതോപദേശത്തിന്റെ അന്തം. എങ്കിലും ഭഗവാൻ ഭീമസേനെയും അർജുനെയും മുൻനിർത്തിക്കൊണ്ട് ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ധർമ്മപുത്രർക്ക് രാജ്യഭാരം ധർമ്മപുത്രരെ ഏൽപ്പിച്ച് യാജയിത്വ അശ്വമേധൈ ത്രിഭിരുത്തമകൽപതൈ തദ്യശ പാവനന്ദിക്ഷു ശപമന്യോരിവാതനോൻ. 3 അശ്വമേധയാഗം ത്രിഭിരുത്തമകൽപതയും 3 അശ്വമേധയാഗം ധർമ്മപുത്രരെ കൊണ്ട് ഭഗവാൻ ചെയ്യിപ്പിച്ചു. ഒരു അശ്വമേധയാഗം ചെയ്യണമെങ്കിൽ ഗദ്യഭാഗവത്തില് 50 അധ്യായം. അശ്വമേധയാഗം ചെയ്യാൻ അവിടെ 50 അധ്യായം. കാരണം ദിഗ്വിജയമാണ് അവിടെ. ഇങ്ങനെ ദിഗ്വിജയത്തിൽ ഇപ്പൊ ധർമ്മപുത്രരെ കൊണ്ട് 3 അശ്വമേധം ചെയ്യിപ്പിച്ചു. എത്ര ദിഗ്വിജയം വേണ്ടി വരും? 3 അശ്വമേധം ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് എവിടെ എത്തിയും ചോദിച്ചാൽ ധർമ്മപുത്രരുടെ യശസ്സ തദ്യശ പാവനന്ദിക്ഷു ശതമന്യോരിവാദനോന്ന. ശതമന്യു ശതക്രതു എന്നുള്ള പേര് ഇന്ദ്രനേ ഉള്ളൂ. ഇന്ദ്രന്റെ യശസ് പോലെ ആയി ധർമ്മത്തെ യശസ് അത്രയും ഉയർന്നു വെച്ചാൽ ഭഗവാനാണ് ചെയ്യിപ്പിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ വലിയ ജ്യേഷ്ഠനെ കൊണ്ട് യാഗങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് അതും വരാൻ പോണ ഗതിയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ആമന്ത്ര്യ പാണ്ഡുപുത്രാംശ്ച ശൈനേയോദ്ധവ സംയുത ദ്വൈപായനാദിഭിർവിത്രയ്യ പൂജിതയ്യ പ്രതിപൂജിത. ബ്രാഹ്മണൻ ഭഗവാൻ അവരെ അനുഗ്രഹിച്ച് ഭഗവാൻ പോവാൻ പുറപ്പെട്ടു. ആമന്ത്ര്യ പാണ്ഡുപുത്രാംശ്ച ശൈനേയോദ്ധവ സംയുത. ഉദ്ധവാദികളോട് കൂടി ഭഗവാൻ തേരിൽ കയറിയിട്ട് പോവാൻ പുറപ്പെട്ടു. വ്യാസാദി ബ്രാഹ്മണരൊക്കെ ഭഗവാനെ ദ്വൈപായനാദിഭിർവിത്രയ്യ പൂജിതയ്യ അവരൊക്കെ ഭഗവാനെ ഭക്തിയോടുകൂടി പൂജിച്ചു.
ഭഗവാൻ പ്രതിപൂജിത. ഭഗവാൻ അവരെയും പൂജിക്കുന്ന ബ്രാഹ്മണരെ ഭഗവാനെ പൂജിക്കുക, ഭഗവാൻ ബ്രാഹ്മണരെ രണ്ടും ഒരുപോലെയാണ്. വ്യത്യാസമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണക്കാർ ഭഗവാൻ ബ്രാഹ്മണനാണ് പൂജിക്കുക, ബ്രാഹ്മണര് ഭഗവാനെയാണ് പൂജിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പൂജ ഉണ്ടായിരുന്ന വിപ്രയ്യ പൂജിതയ്യ പ്രതിപൂജിത ഗന്ധും കൃതമതിർ ബ്രഹ്മൻ ദ്വാരകാം പ്രഥമസ്ഥിത. ദ്വാരയ്ക്ക് പോവാണ്ട് കുറെ കാലം ഇങ്ങോട്ട് പോകുന്നത്. ദ്വാരയ്ക്ക് പോവാൻ വേണ്ടി പുറപ്പെട്ട തേരിൽ കയറി ദ്വാരയ്ക്ക് പോവാൻ പുറപ്പെട്ടപ്പോഴാണ് ഉപലേഭേഭിധാവന്തീം ഉത്തരാം ഭയവിഹ്വല. ഉത്തരാദേവി വന്ന് ഉപലേഭേഭിധാവന്തീം ഉത്തരാം ഭയവിഹ്വല. ഭയത്തോടു കൂടി വരച്ചുകൊണ്ട് ഉത്തരാദേവി വന്ന് ശ്രീകൃഷ്ണ പാദത്തിൽ നമസ്കരിച്ചു. അർജുനന്റെ പുത്രൻ അഭിമന്യുവിന്റെ പത്നിയാണ് ഉത്തര. വിരാട് രാജ്യത്ത് കുറച്ചു കാലം പാണ്ഡവന്മാർ താമസിക്കുന്നു. അവിടെ ഗൃഹങ്ങളായിട്ടാണ് അർജുനൻ താമസിച്ചത്. അജ്ഞാതവാസക്കാലം താമസിക്കുമ്പം അവിടെ അവിടുത്തെ കുട്ടിയാണ് ഉത്തര. ഉത്തരയെ നൃത്തം പഠിപ്പിച്ച ആളാണ് അർജുനൻ. അർജുനോട് മോഹൻ ഉണ്ടായതാണ്. ഉത്തരയ്ക്ക് അർജുനെ കണ്ട് സുന്ദരന് അർജുൻ മോഹൻ ഉണ്ടായപ്പോൾ അർജുനൻ എന്ന് മനസ്സിലായി പറഞ്ഞു, നമ്മൾ നമ്മുടെ പ്രായം കുറെ വ്യത്യാസമുണ്ട്, ഞാൻ ഉണ്ണിയെ കൊണ്ട് കെട്ടിക്കാം. അർജുനന്റെ പുത്രൻ അഭിമന്യുവിന്റെ പത്നിയാണ് ഉത്തര. ഈ ഉത്തരയാണ് ഈ സന്ദർഭത്തില് ശ്രീകൃഷ്ണ പാദത്തിലാണ് നമസ്കരിച്ചു എന്നാണ്. അതും ഭയത്തോടു കൂടി വന്ന് ഭഗവാൻ യാത്ര പറഞ്ഞു പോവാൻ പുറപ്പെട്ടുള്ള ഉത്തരാദേവി വന്ന് പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വതഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. രക്ഷിക്കൂ രക്ഷിക്കൂ പാഹി പാഹി രക്ഷിക്കൂ രക്ഷിക്കൂ ഭഗവാനെ. അങ്ങ് ആരാ വാസ്തവം? ദേവന്മാർക്ക് പോലും ദേവനായുള്ള ദേവദേവദേവൻ എന്ന് പറയുന്നു. ദേവന്മാര് ദേവനാണ്, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ അവരുടെയും ദേവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന മഹായോഗിൻ ദേവദേവ ജഗൽപദേ ജഗദീപതിയായ ഭഗവാനെ കൃഷ്ണ, ഞാൻ വേറെ ആരെയും അഭയമായിട്ട് കാണുന്നില്ല. നാന്യം ത്വതഭയം പശ്യേ, അങ്ങല്ലാതെ കണ്ട് വേറെ ഒരാളും അഭയമായിട്ടില്ല. ഈ പാണ്ഡവന്മാരൊക്കെ ഇന്ത്യ ചോദിച്ചാൽ ഇവർക്ക് എന്താ പറ്റിയ വാസ്തവം? പാണ്ഡവന്മാർക്കൊക്കെ അവർക്ക് പറ്റിയ എത്ര മൃത്യു പരസ്പരം മൃത്യുവാനേ പറ്റൂ. രക്ഷിക്കാൻ അങ്ങക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന ഭാവത്തില് വേറെ ആരെയും ഞാൻ അഭയം കാണില്ല, രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് കുന്തിദേവി ശ്രീകൃഷ്ണ പാദത്തെ ആശ്രയിച്ചു. അഭിദ്രവതി മാമീശ ശരസ്തപ്രായസോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതം. ഹേ ഭഗവാനെ, ഞാൻ ദഹിച്ചോട്ടെ, എനിക്ക് യാതൊരു അഭിദ്രവതി മാം ഈശ. ഭഗവാനെ, ഞാൻ പോയിക്കോട്ടെ. ശരസ്തപ്രായസോ വിഭോ കാമം ദഹതു മാം നാഥ, ഞാൻ ദഹിച്ചോട്ടെ, കുഴപ്പമില്ല. മാമേ ഗർഭോ നിപാത്യത, ഞാൻ ഗർഭിണിയാണ്, ഈ ഗർഭത്തെ അങ്ങ് സംരക്ഷിക്കണം. ബുദ്ധിദേവി ശ്രീകൃഷ്ണ പാദത്തെ അവിടെ ആശ്രയിച്ചു. വേറെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല, അങ്ങക്ക് മാത്രമേ സാധിക്കുള്ളൂ. കാരണം അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രമാണ്. ഇനി ഈ വംശം വേണ്ട എന്ന ഭാവത്തെ ഉത്തരാ ഗർഭത്തിക്ക് ആ ബ്രഹ്മാസ്ത്രം അയച്ചത്. ഈ ചൂട് കൊണ്ട് സഹിക്കാൻ വയ്യാതെ കണ്ട് ഉത്തരാദേവി അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണോ എന്ന് പറയാൻ കാരണം, അശ്വത്ഥാമാവ് എന്ന് വെച്ചാൽ ഈ വൈരം എന്നുള്ള ഭാവം ചിരഞ്ജീവി. എത്രയൊക്കെ കഴിഞ്ഞാലും നമ്മൾ ഉണ്ടെന്നും വൈരഭാവം, എത്രയൊക്കെ ഉണ്ടെന്ന എത്രയൊക്കെ പോയാലും പോകാതിരിക്കണ ഭാവമാണ്. 11 ആൾക്കാരെ ചിരഞ്ജീവികളായിട്ട് പറയുന്നത്. അത് പ്രധാന അശ്വത്ഥാമ, അദ്ദേഹം ചിരഞ്ജീവി. കാരണം ഈ വൈരഭാവം. ഇതുപോലെ രാംഭവാൻ ഹനുമാനൊക്കെ ചിരഞ്ജീവിയാണ്. ഹനുമാൻ എപ്പോഴും രാമനാമാണ്. ഇതും പോകാണ്ടിരിക്കണം ഇല്ലേ? വൈരം പോകാണ്ടിരിക്കണ കൂടുതൽ രാമനാമം കൂടി നിന്നാ വൈരം തന്നെ പോയിക്കോളും. അപ്പം ഈ വൈരഭാവം എന്നുള്ള ഭാവം ഫോണിന്റെ കൂടി വരിക. അതുകൊണ്ടാണ് ഇത് വീണ്ടും എന്റെ നേരെ വരുന്നത്. എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച ഈ ഗർഭത്തെ സംരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച ഉത്തരാദേവി ശ്രീകൃഷ്ണ
ശ്രീകൃഷ്ണ പാദത്തിലാണ് നമസ്കരിച്ചു. ഇതും അറിഞ്ഞു ഭഗവാൻ. ഉപധാര്യ വജസ്തസ്യ ഭഗവാൻ ഭക്തവത്സല അപാണ്ഡവമിതം കർത്തും ദ്രൗണേരസ്ത്രം അബുദ്ധ്യത. ദ്രൗണിയുടെ അസ്ത്രമാണെന്ന് അറിഞ്ഞ ഭഗവാൻ ശരിക്കും മനസ്സിലാക്കി. ദ്രൗണാര് വീണ്ടും പുറപ്പെട്ടിട്ടില്ലേ? ദ്രോണന്റെ പുത്രൻ അശ്വത്ഥാമാവ് വീണ്ടും ഇത്തരം കർമ്മം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ പരിഹേവാധ മുനിശ്രേഷ്ഠ പാണ്ഡവാ പഞ്ചസായകാൻ ആത്മനോഭിമുഖാൻ ദീപ്താൻ ആലക്ഷ്യാസ്ത്രാണ്യുപാദതു. പാണ്ഡവന്മാരാണെങ്കിൽ വാസ്തവം അവർക്കും വിഷമാവുണ്ട്. പാണ്ഡവന്മാർ നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. ആ ബ്രഹ്മാസ്ത്രത്തെ മുഴുവൻ അട്ടിനുപസംഹരിച്ചിട്ടുണ്ട്. ഈ ഉത്തരാഗർഭത്തേക്കും ബ്രഹ്മാസ്ത്രം വന്നതോടുകൂടി അത്യധികം വിഷമായി തീർന്നിട്ടാണ് ഉത്തരാദേവി ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിച്ചപ്പം വ്യസനം വീക്ഷതേഷാം അനന്യവിഷയാത്മനം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യഥാദ്വിഭു. മഹാപ്രഭുവായ ഭഗവാൻ ഈ വിഷമത്തെ, ഉത്തരയുടെ വിഷമത്തെ വ്യസനം വീക്ഷ്യ അത് കണ്ടു, അത് അറിഞ്ഞിട്ട് വ്യസനം വീക്ഷതേഷാം അനന്യവിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ. സുദർശനം ഭഗവാന്റെ ഒരു നോട്ടം, അതെന്നെ വാസ്തവം ധാരാളം. സുദർശനം നല്ലൊരു നോട്ടം. പുത്രയെ ഭഗവാൻ നോക്കി എന്നാണ്. നോക്കിയതൊക്കെ സമാധാനമായി വാർത്ത. ഭഗവാൻ ചെയ്തത് എന്താണ് ആർക്കും മനസ്സിലായില്ല. സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യഥാദ്വിഭു. സുദർശനാസ്ത്രം കൂടിയിട്ട് ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്തസ്ഥ സർവഭൂതാനാം ആത്മായോഗേശ്വരോ ഹരി സ്വമായയാവണോദ്ഗർഭം വൈരാട്യ ഉരുതന്തവേ. എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ശോഭിക്കുന്ന അന്തസ്ഥ സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ശോഭിക്കുന്ന ആത്മാവായി ശോഭിക്കുന്ന യോഗേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ ചെറിയൊരു സ്വരൂപത്തെ സ്വീകരിച്ച് ഉത്തരാഗർഭത്തിക്ക് അങ്ങനെ പ്രവേശിച്ചു. അത് ഒരു പെരുവലിന്റെ വൽപ്പത്തിലാ ഉത്തരാഗർഭത്തില് സുദർശനം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഭഗവാൻ ഗർഭത്തിൽ ശോഭിക്കുന്നത്. യത്യാപ്യാസ്ത്രം ബ്രഹ്മരസ്തമോഹം ചാപ്രതൃത്യം വൈഷ്ണവം തേജ ആസാദ്യ സമശാമ്യഭൃഗൂത്വ. ഈ ബ്രഹ്മാസ്ത്രത്തിന്റെ ചൂട് ഇല്ലാതായി കഴിയുന്ന അത് ഇല്ലാതായി ചെയ്യുന്നതല്ല, അമോഘം നിഷ്ഫലമായി, ബ്രഹ്മാസ്ത്രം നിഷ്ഫലമായി പോയി ഭഗവാൻ ഉള്ളിൽ പ്രവേശത്തോടുകൂടി ഭഗവാനാണ് ഉള്ളില്. അതാണ് പരീക്ഷത്തിന് ഇനി എന്തെങ്കിലും അർത്ഥം വരുമോ എന്ന് അറിയാൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെ അവിടെ പ്രദക്ഷിണം വെച്ചു. ഗർഭത്തിൽ സ്ഥലമുണ്ടോ? ഗർഭത്തില് ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഒന്ന് ആദ്യത്തെ പറയണ്ട, ഒന്ന് അനങ്ങാൻ പോലും വയ്യാന്ന. എന്നാ അനങ്ങാൻ പോലും വയ്യാത്ത അവിടെ ഭഗവാൻ ഇങ്ങനെ പ്രദക്ഷിണം വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരീക്ഷത്തിന് എപ്പോഴും ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ പ്രദക്ഷിണം വെക്കും, തല ഇങ്ങനെ തിരിച്ചിരുന്നു എപ്പോഴും അങ്ങനെ. അതുകൊണ്ട് എപ്പോഴും ഗർഭത്തിൽ വെച്ച് തല ഇങ്ങനെ തിരിച്ചുകൊണ്ട് എല്ലാ സമയത്തും ഒരുപോലെ തല ഓടിക്കാൻ. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിക്കണം. ഇതിങ്ങനെ തിരിക്കാൻ പരീക്ഷത്തിന് സാധിച്ചിരുന്നു എന്നാണ്. പ്രസവം കഴിഞ്ഞപ്പോഴാണ് ഭഗവാന്റെ മുഖത്തെ നോക്കിയപ്പോഴാണ് ആ തിരിച്ചിരുന്നത്. അതുപോലെ എപ്പോഴും തിരിച്ചെടുക്കാം. ഭഗവാൻ പ്രദക്ഷിണം വയ്ക്കുക. പൊതുവേ ഭക്തന്മാര് ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുകയാണെങ്കിൽ ഭഗവാൻ ചെയ്യല് ഭക്തനെ പ്രദക്ഷിണം വയ്ക്കുകയാണ്. അതാണ് ഭാഗവതം. ഭക്തനെ ഗുരുവായൂർ ഉത്സവ കാപ്പത എല്ലാവരും ഉള്ളിലാക്കി ഭഗവാൻ പ്രദക്ഷിണം എല്ലാവരെയും ഉള്ളിലാക്കിയിട്ട് ഭഗവാൻ ഈ ഭക്തന്മാരൊക്കെ ഒരു കൊല്ലം എന്നെ പ്രദക്ഷിണം വെച്ചാൽ ഒരു പ്രാവശ്യം എല്ലാവരെയും പ്രദക്ഷിണം വെക്കാൻ ഭഗവാനെ എല്ലാവരെയും ഭഗവാൻ പ്രദക്ഷിണം വെക്കുക ചെയ്യുന്ന ഭാവത്തില് ഈ ഗർഭശ്രീശുവാകാൻ ഗർഭശ്രീമാനാവസ്ത്രം പരീക്ഷിച്ചത്. ഗർഭത്തിൽ വെച്ച് പോലും ശ്രീഹരിയെ കാണാൻ സാധിച്ച ആളാണ്. അങ്ങനെ ആ ഗർഭത്തെ ഭഗവാൻ പ്രസവിച്ചുകൊണ്ട് അങ്ങ് പ്രദക്ഷിണം വെച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു പോയിരുന്നു. ബ്രഹ്മാസ്ത്രത്തിന്റെ ചൂടില്ലാതെ
ഇത്രയ്ക്ക് സമാധാനമാവും സുഖമായി. ഇതെല്ലാവരും അറിഞ്ഞു. ഇത്രയുടെ ചൂടൊക്കെ പോയി സമാധാനമായി. ഇപ്പോൾ ഒരു വയ്യായില്ല. ഇത്രയ്ക്ക് വളരെ സുഖമായി. ബ്രഹ്മതേജോ വിയർമുക്തയിൽ ആത്മജൈ സഹകൃഷ്ണയ പ്രയാണാനുഭം കൃഷ്ണം ഇതമാഹ വൃഥാസതി. ഇത് കുന്തിദേവി കണ്ടു. തൻ്റെ പൗത്രവധുവിന് സമാധാനായത് പുത്രന്റെ വധുവാണ് ഉത്തരാദേവി. ഉത്തരയ്ക്ക് സമാധാനായത് കുന്തിദേവി. കുന്തിക്ക് സമാധാനമായി. കാരണം ഗർഭിണിയായ ഒരാൾ വിഷമിക്കുമ്പോൾ അവിടെ എല്ലാവർക്കും വിഷമാണ് വാസ്തവം. എങ്കിലും ഇവിടെ ഉത്തരയ്ക്ക് സമാധാനമായപ്പം എല്ലാവർക്കും അപ്പം ഉത്തരയ്ക്ക് കുന്തിക സമാധാനം തന്നയാള് ചില്ലറക്കാരനല്ല. വിഷമിച്ചുകൊണ്ടിരിക്കെ ഒരു നോട്ടേ വേണ്ടു. സുദർശനേന ഒരു നോട്ടേ ഉണ്ടായിട്ടുള്ളൂ. മറ്റാർക്കും അറിയില്ല. ഇത്ര ഗർഭത്തേക്ക് അറിയുന്നത്. എങ്കിലും ഇത്രയും സമാധാനം കണ്ടപ്പം ഇപ്പോഴല്ലേ നമസ്കരിക്കേണ്ടതെന്ന് തോന്നിപ്പോയി. ഈ അവസരം ഇപ്പോഴല്ലേ നമസ്കരിക്കുക എന്നുള്ള ഭാവത്തില് സാധാരണയ്ക്ക് കാരണവന്മാരെ അങ്ങനെ നമസ്കരിക്കുകയാണ് പതിവ്. ഇതിപ്പം കുന്തിദേവി ഭഗവാന്റെ അച്ഛന്റെ സഹോദരിയാണ്. ഇവിടെ കുന്തിക്ക് തോന്നി ഒന്ന് കൃഷ്ണനെ ഇപ്പൊ നമസ്കരിക്കണം എന്ന് തോന്നി. കുന്തിക്ക് പറ്റുമോ നിശ്ചയമില്ലേ? കൃഷ്ണനെ നമസ്കരിക്കണമെങ്കിൽ കൃഷ്ണന്റെ അനുവാദമുള്ള ആൾക്ക് കൃഷ്ണൻ നമസ്കരിക്കാൻ പറ്റുള്ളൂ എന്ന ഭാവത്തില് മോഹിച്ചുകൊണ്ട് അവർ പറയുക കൊണ്ടുവന്ന് ഭഗവാനെ പിടിച്ചമർത്തി. കൃഷ്ണൻ വാസ്തവം എന്റെ സഹോദരന്റെ കുഞ്ഞൊന്നും അല്ല എന്നെനിക്ക് ബോധ്യായി. ഇപ്പൊ സഹോദരന്റെ പുത്രനൊന്നും അല്ല കൃഷ്ണൻ ആരാന്ന് ചോദിച്ചാൽ നമസ്യേ പുരുഷം വാദ്യം ഈശ്വരം പ്രകൃതേവരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ആദിപുരുഷനായ പുരുഷോത്തമനായ ഭഗവാനെയാണ് നമസ്കരിക്കുന്നത്. പ്രകൃതിക്കും പലനായി ശോഭിക്കുന്ന ശ്രീഹരിയെ വാസ്തവം ഒരാൾക്കും അറിയാൻ പറ്റുന്നു. ഒരാൾക്കും ശരിക്കും ഭഗവാന്റെ സ്വരൂപത്തെ ബ്രഹ്മാവതിക്ക് പറയാൻ പോകുന്നു. എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ആദ്യം ഭാഗവതം ഉപദേശം വാങ്ങിയ ആള് ബ്രഹ്മാവാണ്. ബ്രഹ്മാവ് ശരിക്കും തുറന്നാണ് പറഞ്ഞു ഭഗവാനെ അവർക്ക് പറ്റിയിട്ട് എനിക്ക് എല്ലാം മനസ്സിലായി. ജ്ഞാതോസി വിദ്യസുചിരം നനുദേഹഭാജം ജ്ഞായതേ ഭഗവതോ യതിരിത്യവദ്യം. ഇത് ഭഗവാൻ കേട്ടപ്പോ ആരും പറയാത്ത വാക്കി. എന്നെ പറ്റിയിട്ട് മനസ്സിലാവില്ല എന്നാണ് ആൾക്കാരൊക്കെ പറഞ്ഞു. ഒരാള് മനസ്സിലായി എന്നാണ് പറഞ്ഞപ്പോ ചോദിച്ചു, എന്താ മനസ്സിലായത്? അതുകൊണ്ട് നീ പറയാം. ബ്രഹ്മദേവൻ എനിക്ക് മനസ്സിലായി, ഞാൻ പറയാം. എന്താ മനസ്സിലായത്? ശരീരം എടുത്ത് ഒരാൾക്കും അവർക്ക് പറ്റിയിട്ട് ഒന്നും മനസ്സിലാവില്ല. എന്താ മനസ്സിലായത്? ഭഗവാനെ പറ്റിയിട്ട് ഒരാൾക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ഒന്നും മനസ്സിലാവണമെന്നല്ല ഭഗവാൻ. എന്റെ സഹോദരനെ പുറത്തൊന്നൊരു വേഷം കെട്ടിയെന്നല്ലാണ്ട് ഭഗവാൻ ആരാന്ന് ചോദിച്ചാൽ ആദിപുരുഷനായ പുരുഷോത്തമനായ ഭഗവാൻ, പ്രകൃതിക്കും പലനായി ശോഭിക്കുന്ന ഭഗവാൻ ആർക്കും അറിയാൻ പറ്റണില്ല. ഒരാൾക്കും ഭഗവാനെ കാണാൻ പറ്റണില്ല. എന്നാ ഇല്ലാഞ്ഞിട്ടാണോ? അതല്ല, അന്തർ ബഹിരവസ്ഥിത, അകത്തും പുറത്തും ഒരുപോലെ ശോഭി. അകത്ത് ജീവാത്മാവായിട്ടും പുറത്ത് കാലമായിട്ടും ശോഭിക്കുന്ന ആളാ ഭഗവാൻ. ഈ ഭഗവാനെ ഒരാൾക്കും അറിയാൻ പറ്റുന്നില്ല. ഒരാൾക്കും ഭഗവാൻ അറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷരമവ്യയം ലക്ഷ്യസേ മൂഢദൃശ നട്ടോ നാട്യധരോ യഥ. ഭഗവാന്റെ ഈ ലീലവാസ്തവം വെറും അഭിനയം. നടനെ പോലെ ഭഗവാൻ അഭിനയിക്കുകയാണ്. ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? മായ കൊണ്ട്. മായാവുന്ന ജവനിക പിടിച്ചു, തിരശീല പിടിച്ചുകൊണ്ട് ഇതറിയാൻ പറ്റില്ല. തിരശീല പിടിക്കുക കാരണം ഭഗവാനെ മനസ്സിലാക്കാൻ ഒരാൾക്കും ലക്ഷ്യസേ മൂഢദൃശ. മൂഢന്മാരായ നിങ്ങൾക്ക് ആർക്കും, എല്ലാവരും മൂഢന്മാരാ.
ആർക്കും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. കുറേ ഭാഗവതം വായിച്ചാലൊക്കെ പറയാൻ പറ്റുള്ളൂ, ഒന്നും അറിയില്ല. കുറേ പ്രാവശ്യമൊക്കെ ആയാലേ ഒന്നും അറിയാൻ പറ്റുന്നതല്ല, മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ആ ശക്തിയെ ആർക്കും അറിയില്ല. പിന്നെ എങ്ങനെ എനിക്കറിയാം? അറിഞ്ഞ് നമസ്കരിക്കാനൊന്നും പറ്റില്ല. ഭഗവാനെ മനസ്സിലാക്കിയിട്ട് നമസ്കരിക്കാന്ന് വെച്ചാൽ അത് പറ്റുന്ന കാര്യമല്ല. ആർക്കാ അറിയാത്ത? ഒരാൾക്കും കുഴപ്പം അറിയില്ല എന്നാണ് കഥ. പരമഹംസാനാം മുനീനാം അമരാത്മനാം. പരമഹംസന്മാരായ ഋഷീശ്വരന്മാർക്ക് പോലും ഭഗവാനെ അറിയുന്നില്ല. നാദാൽ ഋഷീശ്വരന്മാരൊക്കെ ശ്രമിക്കുന്നല്ലാതെ എന്താ? യമധർമ്മരാജാവ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയുന്നില്ല. ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. എനിക്ക് എന്നല്ല, അറിയാത്ത ആള് ആദ്യത്തെ ആള് ഞാനാണെന്ന് പറഞ്ഞു. എനിക്കൊട്ടും അറിയില്ല. പിന്നെ ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത കൂട്ടത്തിൽ ബ്രഹ്മദേവൻ മഹാദേവൻ തുടങ്ങി ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അറിയുന്ന നമ്മളിപ്പോ വിചാരമുള്ള ആൾക്കാരാണ്. അവർക്ക് ആർക്കും ഭഗവാനെ പറ്റിയിട്ട് ഒന്നും. പരമഹംസന്മാരായ ഋഷീശ്വരന്മാർക്കും അവരാണെങ്കിൽ മനഃശുദ്ധിയുള്ള ആൾക്കാരാ. ലവലേശം കളങ്കം അവരെ മനസ്സിലില്ല. മുനീനാം അമരാത്മാക്കളായ ഋഷീശ്വരന്മാർക്ക് പോലും പരമഹംസന്മാർക്ക് പോലും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ കഥം പശ്യേമ. ഞാനോ സ്ത്രീ, എനിക്കെങ്ങനെ അറിയും? ഋഷീശ്വരന്മാർക്ക് പോലും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കെങ്ങനെ അറിയാം? എന്നാ ഒന്നറിയാം, ഭക്തിയോഗം കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന ഭാവത്തില് ഭഗവാൻ ഇപ്പോഴത്തെ വേഷത്തെയാണ് നമസ്കരിക്കാനേ പറ്റുള്ളൂ. അറിഞ്ഞ് നമസ്കരിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ വേഷം എന്താണെന്ന് ചോദിച്ചാൽ കൃഷ്ണായ വാസുദേവ, കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണനെ നമസ്കരിക്കണമെന്നാണ്. എങ്ങനെ കൃഷ്ണൻ ആരാ വാസ്തവം? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തന്നെ ജഗത് അഖഗരിഷിത്വം കൃഷ്ണനാമ ഇതാണ് നാരായണീയ പദം. അഖഗൽ ലോകത്തിലെ പാപത്തെ ഇല്ലാതാക്കുന്ന കൃഷ്ണ എന്ന് പറഞ്ഞാൽ തന്നെ പാപങ്ങൾ അത്ര മഹാശബ്ദ കൃഷ്ണബ്ദം. സ്വതേ പറയാറുണ്ട്, രാമനാമം ജപിച്ചാൽ സഹസ്രനാമം ജപിച്ച ഫലമില്ല. കൃഷ്ണനാമത്തിൽ അതേ ഫലമില്ല. അത് ജപിച്ചാലും അതാണ്. അത് രണ്ടും കൂടി ജപിച്ച എത്ര സഹസ്രമായി? അത്ര മാഹാത്മ്യമുണ്ട് കൃഷ്ണൻ നാമത്തിന്. ഒന്നുമല്ല, ഈ കൃഷ്ണൻ ശബ്ദത്തിന് മറ്റുള്ള അവതാരങ്ങളുടെ മുഴുവൻ സംയോഗമാണ് ശ്രീകൃഷ്ണാവതാരം എന്ന് ഗദ്യഭാഗവതം പറയുന്നുണ്ട്. കമലാകാരോ കൃകാരോ രാമ ഷകാരോ ഷഡ്ഗുണ പരിപൂർണ നകാരോ നാരസിംഹ വിസർഗോ നരനാരായണ ഋഷി അകാരോ അഗ്നിഭുക്ക് എന്നൊക്കെ അവിടെ പറയുന്നത്. കൃഷ്ണ വിസർഗം കഴിഞ്ഞാൽ ആ തൊപ്പുണ്ട്. ആ ശബ്ദത്തിലാണ് ഭഗവാൻ അഗ്നിയെ പാലം ചെയ്ത ആളാണ്. പിന്നെ രണ്ട് കുത്താണ് വിസർഗം. ഈ വിസർഗത്തിൽ പറയ കഴിഞ്ഞു വിസർഗോ നരനാരായണ. നരനാരായണ അവതാരം നമ്മളെ പരദേവതയാണ്, ബദ്രീനാഥന്മാരെയാണ് വർണ്ണിക്കുന്നത്. അതുപോലെയാണ് അകാലത്തിൽ നൃസിംഹാവതാരം മുഴുവൻ പറയ കഴിഞ്ഞു. കൃഷ്ണകാലത്തിൽ പറഞ്ഞു രാമാവതാരം മുഴുവൻ. അതും 3 രാമനും അത് പെട്ടു കഴിഞ്ഞു. ശ്രീരാമോ രാമൊക്കെ പെട്ടു കഴിഞ്ഞു. അപ്പൊ കൃഷ്ണന്റെ മഹാത്മ്യം എത്രയാ? വെറുതെ അല്ല. ഈ ശ്ലോകം എന്നും ചെല്ലി നമസ്കരിക്കണം എന്നാണ് ഭാഗവതം പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനെ ഈ ശ്ലോകം എന്നും ചെല്ലിയിട്ട് കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. വാസുദേവായ, വസുദേവരുടെ പുത്രനാവുകൊണ്ട് വാസുദേവൻ. ആരാ വസുദേവർ? വാസ്തവം ഭാഗവത സാരാണ് ശ്ലോകം. വസുക്കളുടെ നാഥനാ വസുദേവര്. വസുക്കൾ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ നാഥൻ. മനസ്സ് ശയിക്കുന്ന ആളാണ് ഭഗവാൻ. എവിടെയാന്ന് ചോദിച്ചാൽ നമ്മളെ ഉള്ളിൽ തന്നെയാണ്. ആ നമ്മളെ ഉള്ളിൽ ശയിക്കുന്ന വാസുദേവനായിക്കൊണ്ട്. പിന്നെ ദേവകീ നന്ദനായ ഭഗവാൻ ലീലകളാണ്. ദേവകിയുടെ പുത്രനായിട്ടാണ് ഭഗവാന്റെ അവതാരം. അപ്പൊ ആ അമ്മയെ വാസ്തവം ബ്രഹ്മദേവന്മാരൊക്കെ എന്താ വിളിച്ചത്?
പരബ്രഹ്മത്തിന്റെ മാതാവിനെ എന്താ വിളിക്കുക? ബ്രഹ്മാവ് സംശയം ഉണ്ടായില്ല. നിഷ്ട്യാംബ തേ കുക്ഷികത. ബ്രഹ്മാവും മഹാദേവനൊക്കെ വിളിച്ചത് അമ്മേ എന്നാണ്. സംശയിക്കാനില്ല. കാരണം കൃഷ്ണന്റെ അമ്മയെ സംശയിക്കാനില്ല എന്നുള്ള ഭാവത്തെ ലോകത്തിന്റെ മാതാവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മാതാവാണ് എന്ന ഭാവത്തിൽ ആ ദേവകിയുടെ പുത്രനായി ഭഗവാൻ അവതരിച്ച് അബദ്ധന്റെ താമസം മാറ്റി. ഒരു ദിവസം പോലും അവിടെ വന്നിട്ടില്ല. ഭഗവാൻ തന്നെ ലീലയാടാൻ വേണ്ടിയിട്ട് അത് നന്ദകുമാരനായിട്ടാണ് നന്ദഗോപകുമാരായ അവിടെ ഭഗവാൻ അത്യത്ഭുതമായ അമ്പാടി ലീലകളും വൃന്ദാവന ലീലകളും ആടി ലോകത്തെ പരമാനന്ദത്തിൽ ലയിപ്പിച്ച ഭഗവാന്റെ ലീലകൾ, അതും പ്രത്യേകിച്ചും ഭഗവാന്റെ രാസലീല, അതിൽ കൂടിയാണ് എല്ലാവരും ഭഗവാന്റെ കീർത്തിയെ ബ്രഹ്മശങ്കരമുഖാനവീഹ പശുവാങ്കനാഹു അവരൊക്കെ ബഹുമാനിക്കുന്നുണ്ട്. കാരണം കൃഷ്ണൻ ചിന്തനാണെന്ന ഭാവത്തില് നന്ദന്റെ ഉണ്ണിയായി ലീലയാടിയിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ ഗോവിന്ദായ നമോ നമ. ഗോക്കളെ പാലിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഗോവിന്ദ എന്ന പേര്. ഗോക്കൾ എന്ന് വെച്ചാല് ഗോ എന്ന് വെച്ചാല് പശു എന്നർത്ഥമുണ്ട്. ഗോ എന്ന് വെച്ചാൽ ഭൂമി എന്നർത്ഥമുണ്ട്. ഭൂമിയെ പാലിക്കുന്ന ആളാണ്. സജ്ജനങ്ങളെ പാലിക്കുന്ന ആളാണ്. ബ്രാഹ്മണരെ പാലിക്കുന്ന ആളാണ്. ബ്രാഹ്മണ കർമ്മങ്ങളെ പാലിക്കുന്ന ആളാണ്. എല്ലാത്തിനെയും പാലിക്കുന്ന എല്ലാത്തിൻ്റെയും നാഥനായ ഗോവിന്ദനായിക്കൊണ്ട് നമസ്കാരം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. നന്ദിദേവി ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നമ പങ്കജനാഭായ നമ പങ്കജമാനിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാന്ത്രയേ. ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് താമരപ്പൂ പൊങ്ങി വന്നത്. അതിലാണ് ബ്രഹ്മദേവൻ ശോഭിച്ചത്. അപ്പൊ ആ നാഭിയില് താമരപ്പൂവോട് പൊങ്ങി വന്ന ബ്രഹ്മദേവന്റെ സീറ്റ് ഭഗവാനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആട്ടുകാരുടെ ആദ്യം ഉണ്ടാക്കിയത് ഭഗവാനാണ്. നമ്മളൊക്കെ കുട്ടികളുണ്ടാക്കിയിട്ട് അത് സൃഷ്ടിന് മുമ്പ് തന്നെ ബ്രഹ്മദേവൻ കണ്ണും കാറ്റത്ത് വെള്ളത്തിലാണ് നിൽക്കുന്നത്. അപ്പം സുഖായിരൻ ആടും. ബ്രഹ്മദേവനെ ആടുന്ന ആ പങ്കജം ഭഗവാന്റെ നാഭിയിലാണ്. നാഭിയിൽ പങ്കജത്തോട് കൂടിയുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിക്കുക. പിന്നെ താമരമാല ഭഗവാൻ കഴുത്തിൽ അണിയുന്നു. താമരമാല പങ്കജമാലിനെ അത് അണിയുന്ന ഭഗവാന്റെ കണ്ണും അതുപോലെ തന്നെയാണ്. താമരപ്പൂവിന്റെ ഉള്ളിലെ ദളത്തെ പോലെ ശോഭിക്കുന്ന കണ്ണോട് കൂടിയവനേതാണ്. നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ. എല്ലാവർക്കും ഇഷ്ടം പാദദാസ്യം. അവിടെ ആണെങ്കിലും ഭഗവാന്റെ പാദത്തിലാൽ ചുവന്ന ഭാഗം താമര പോലെ തന്നെ ഇരിക്കണമെന്ന. അങ്ങനെ താമരയോട് കൂടിയ താമരയാണ് ഉപമിക്കുന്നത്. അങ്ങനെ താമര ഭഗവാന്റെ കയ്യിലും കഴുത്തിലും കാലിലും മുഖത്തും ഒക്കെ താമരയായി ശോഭിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ കുന്തിദേവി നമസ്കരിച്ച് ഹരേ ഗുരുവായൂരപ്പ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇടയ്ക്കൊക്കെ വേങ്ങേരി ഇങ്ങനെ ഓർക്കാൻ പറ്റുമ്പോ അതൊരു ആനന്ദമാണ്. അദ്ദേഹത്തിന് മരണമില്ല. ഒരു സന്ദർഭത്തില് ഒരു മഹാത്മാവ് കുറെ പ്രായമുള്ള ഒരാളാണ്. കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയുന്ന മനസ്സിലാക്കിയുള്ള ഒരാളാണ്. അദ്ദേഹം വേങ്ങേരി ഒരു സ്വകാര്യം പറയാൻ വന്നു. ആ സ്വകാര്യം പറയാൻ വന്നപ്പോ അത് കേട്ടപ്പോ വളരെ രസമായി. ഭാഗ്യമുണ്ടായി അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കാൻ. അവിടെ അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യം എന്താ വെച്ചാല്, വേങ്ങേരി ഒരു കാര്യം ഇപ്പൊ പറയാൻ തോന്നുന്നുണ്ട്. എന്തേ? അനവധി കാലായിരുന്നു ഈ മന്ത്രം ജപിച്ച് നമസ്കരിക്കാനൊക്കെ തുടങ്ങിയിട്ട്. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അതുപോലെ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ
ഗോവിന്ദായ ഗോവിന്ദായ നമോ നമ. ഈ ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിലാണുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റിയത് ഇപ്പൊ വേങ്ങേരി പറഞ്ഞപ്പോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം ഒരിക്കലും കേൾക്കാൻ പറ്റി. ആ മഹാത്മാവിന്റെ ഒക്കെ പാദങ്ങളിൽ നമസ്കരിക്കാം. എന്തായാലും കുന്തിദേവി ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആചാര്യം പറഞ്ഞു കുറച്ചു നേരം കൂടി കുന്തിദേവി നമസ്കരിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ഒരു 25-30 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് തുടങ്ങാം. ഹരേ ഗുരുവായൂരപ്പ. ഒന്ന് പറയൂ. പറയൂ.